സത്യം പറഞ്ഞാൽ ഈ എക്സ്പോ കൊണ്ട് ലെൻസ്ഫെഡ് നേരത്തെ കണ്ടെത്തിയ ചില പ്രതിസന്ധികളുടെ ഭാഗമായി അത് പരിഹരിക്കുന്നതിൻ്റെ ഒരു ഭാഗമായാണ് ഈ ബിൽഡ് എക്സ്പോ ഇവിടെ നടത്താനുള്ള തീരുമാനമുണ്ടായത്. ഈ ആധുനിക കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഒരു 10 വർഷം പഴക്കം ചെന്ന ആധുനിക നിർമ്മാണ സാമഗ്രികൾ മാത്രമാണ് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ എത്തുക. ഈ കാസർഗോഡ് ജില്ലയിലെ സാധാരണക്കാരായ ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടോ അല്ലെങ്കിൽ മറ്റുള്ള വ്യാവസായിക കെട്ടിടങ്ങളോ നിർമ്മിക്കുമ്പോൾ ഈ കെട്ടിട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ആധുനിക രീതിയിലുള്ള പുതിയ സാമഗ്രികളെ നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവം. അവർക്ക് മനസ്സിലാകാത്ത സാമഗ്രികളെ പരിചയപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണത്. കാരണം പുതിയ സാങ്കേതികത്വങ്ങൾ നമ്മുടെ സാധാരണക്കാർക്ക് അറിയത്തില്ല. ഇപ്പോൾ ആധുനികമായി നമ്മുടെ മുഖം നോക്കിയാൽ തുറക്കുന്ന ഡോറിൻ്റെ ലോക്ക് പോലും ഉള്ള ഒരു കാലഘട്ടത്തിൽ, അതുപോലെ വളരെ ആധുനികമായ രീതിയിൽ കെട്ടിട നിർമ്മാണ മെഷീനറി, അതുപോലെ ഇപ്പോൾ കൈരളി TMT, മിനാർ TMT, ഈ കമ്പി എന്താണെന്നും അതുപോലുള്ള മറ്റുള്ള കെട്ടിട നിർമ്മാണ സാമഗ്രി എന്താണെന്നും കേട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ എക്സ്പോ ഇവിടെ തുടങ്ങിയത്. അതുതന്നെ നമ്മുടെ സാധാരണക്കാരുടെ വീട് കെട്ടുന്നവർക്കുള്ള ഒരു ചെറിയൊരു പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു അവസരം കൂടിയാണ് ഈ ബിൽഡ് എക്സ്പോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ആധികാരികമായിട്ടുള്ള മറ്റുള്ള പ്രതിസന്ധികളെക്കുറിച്ച് നമുക്കിവിടെ വിവരിക്കാൻ വേണ്ടി നമ്മുടെ കുറക്കാൻ സാധിച്ചാൽ അതൊരു വലിയ നേട്ടമാകും. അതുപോലെ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നതാണ് ഒരു സത്യം. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ തന്നെ താങ്ങി നിർത്തുന്നത് നമുക്കറിയാം വൈവിധ്യമായ നിർമ്മാണ സാമഗ്രികളുടെ ഒരു കാര്യം കൊണ്ടാണ് ഈ നിർമ്മാണ മേഖല മുന്നോട്ട് പോകുന്നത്. നമ്മുടെ ഈ ഇന്നിവിടെ പ്രദർശിപ്പിക്കുന്ന സ്റ്റാളുകൾ സന്ദർശിച്ചാൽ തന്നെ മനസ്സിലാവും എത്രത്തോളം നിർമ്മാണ സാമഗ്രികളാണ് കേരളത്തിൽ നമ്മുടെ ഈ നാട്ടുകളിൽ ഉപയോഗിക്കുന്നതെന്ന്. അതിനൊന്നും നമ്മൾ ഒരു കരുതൽ കൊടുക്കുന്നില്ല എന്നതാണ് സത്യം. അതുപോലെ റിയൽ എസ്റ്റേറ്റ്, ബഹുനില കെട്ടിടങ്ങൾ ഒട്ടേറെ നിർമ്മിച്ചുകൊണ്ടിരുന്ന കേരളത്തിൽ നിർമ്മാണ മേഖലയെ പരിപോഷിപ്പിക്കുന്ന ഒരു സമീപനവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ എടുക്കുന്നില്ല എന്ന് തന്നെ നമ്മൾ പറയേണ്ടി വരും. സർക്കാരുകൾ നിരവധി വ്യവസായ സംരംഭങ്ങളെ പരിപോഷിക്കുന്നുണ്ടെങ്കിലും ഈ മേഖലയെ, കേരളത്തിൻ്റെ സാമ്പത്തിക അടിത്തറയെ താങ്ങി നിർത്തുന്ന നിർമ്മാണ മേഖലയെ എന്തുകൊണ്ട് മറ്റുള്ള വ്യവസായങ്ങളെ കാണുന്ന പോലെ കാണുന്നില്ല എന്ന കാര്യം ഒരു വലിയ ചോദ്യചിഹ്നം തന്നെയാണ്. ഉപജീവനം കഴിയുന്നത് ഏറ്റവും സാധാരണക്കാരായ ആൾ മുതൽ ഏറ്റവും ഹൈ ലെവൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന വലിയ റിയൽ എസ്റ്റേറ്റ് പ്രോപ്പർട്ടി ഓണർമാരും വലിയ ഫ്ലാറ്റ് സമുച്ചയം നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾ വരെയുള്ള ആളുകൾക്ക് പ്രചോദനം ആവശ്യമാണല്ലോ. ആ തരത്തിൽ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ കേരളത്തിലെ നിർമ്മാണ മേഖലയെ വ്യവസായമായി പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അതിനുവേണ്ടി നമ്മുടെ ഈ സമാന മേഖലയിലുള്ള എല്ലാ സമാന സംഘടനകളും പൂർണ്ണമായി പരിശ്രമിച്ചാൽ നമുക്ക് സാധ്യമാക്കാമെന്ന പ്രത്യാശയോടുകൂടി എൻ്റെ വാക്കുകൾ ചുരുക്കിയാണ്. എല്ലാവർക്കും നമസ്കാരം. ജയ് ലെൻസ്ഫെഡ്, ജയ് ഹിന്ദ്. 25 years of experience span both India and Middle East, working with esteemed organizations such as FEDO, FACT, Kochi Refineries, Gulfar Engineering and Contracting, and Haider Consulting Middle East. He has also conducted groundbreaking studies on 3D concrete printing, presenting his work in national conferences and journals. Please join me in welcoming Engineer Jithin Sudhakrishnan, an innovator, educator and leader in sustainable architecture and heritage preservation. Thank you. ലെൻസ്ഫെഡ് ഏർപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ അവരോട് സംസാരിക്കുന്ന സമയത്ത് ചില വാക്കുകൾ ഇവിടെ ഉപയോഗിച്ചിരുന്നു. അതിൽ ശ്രദ്ധാപൂർവം കേട്ടൊരു വാക്കാണ് തൊഴിൽ മേഖലയിലെ പ്രതിസന്ധി, തൊഴിലാളികളെ കിട്ടുന്നതിലുള്ള ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ. ഇത് ചർച്ച ചെയ്യേണ്ട വിഷയമാണ്.
ഇത് സെമിനാറിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വലിയൊരു ഘടകവുമാണ്. കാരണം നമുക്ക് ജോലിക്ക് ആളെ കിട്ടുന്നില്ല, പക്ഷെ നമുക്ക് ജോലിയുമില്ല, ജോലിക്ക് ആളെ കിട്ടുന്നുമില്ല. ഇതെങ്ങനെയാണ് ഈ പ്രതിസന്ധി? ഒരുപാട് ആളുകൾ തൊഴിലില്ലാതെ ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ അന്യസംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ തൊഴിൽ തേടി കേരളത്തിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു സംശയമില്ല നമുക്ക്, കേരളത്തിൽ തൊഴിലുണ്ട്, തൊഴിലെടുക്കാൻ ആളില്ല. പക്ഷേ തൊഴിൽ മേഖലയിൽ തൊഴിൽ നമുക്ക് ലഭിക്കുന്നുമില്ല എന്നാണ് പറയുന്നത്. ഈ വൈരുദ്ധ്യങ്ങൾ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റും എന്നുള്ള ഒരു ചർച്ച നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. അവരെ അഭിനന്ദിക്കണം നമ്മൾ. കാരണം നമ്മുടെ ഈ മേഖലയിൽ ഇന്ന് അന്യസംസ്ഥാന തൊഴിലാളികളില്ല എങ്കിൽ ഒരു പണിയും നടക്കാൻ ഇല്ല എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ തന്നെ നമ്മുടെ കേരളത്തിലുള്ള പല ആളുകൾക്കും ജോലിയില്ല എന്നുള്ളതുമാണ്. അപ്പോൾ ഇവിടെ എവിടെയാണ് തെറ്റുകളുള്ളത്? ആ തെറ്റുകൾ എങ്ങനെയാണ് നമ്മൾക്ക് പരിഹരിക്കപ്പെടേണ്ടത്? നമുക്കറിയാമല്ലോ, കേരളക്കര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായതും നമുക്ക് നല്ല രീതിയിലുള്ള ഡ്രസ്സുകളും കാര്യങ്ങളും വിദ്യാഭ്യാസമൊക്കെ ഉണ്ടായതുമൊക്കെ നമ്മൾ തിരിച്ചു നോക്കിയാൽ മതി. അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവിടെ വന്ന് ഇവിടെ ജോലിയെടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന തുക അവരെ നാടുകളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഉപയോഗപ്പെടുത്തേണ്ട പണം, അല്ലെങ്കിൽ നമ്മുടെ ഈ സംസ്ഥാനത്ത് ഉപകരിക്കേണ്ട പണം, ആ പണം അന്യത്തൊഴിലാളികളുടെ കൈകളിലെത്തി അത് അവരെ നാടുകളിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇവിടെ ജോലിയില്ല എന്ന് പറയുന്ന നമ്മുടെ ഇടയിലുള്ള നമ്മുടെ സഹോദരന്മാർ ചിന്തിക്കേണ്ട ഏറ്റവും വലിയൊരു വിഷയമാണിത്. നമ്മൾ ഒരു ഇടം കൊടുക്കുമ്പോഴാണ് ആ ഇടത്തിലേക്ക് മറ്റുള്ളവർ കയറി വരുന്നത്. ആ ഇടം കൊടുക്കാതിരുന്നാൽ മറ്റുള്ളവർ അതിലേക്ക് കയറി വരില്ല എന്നത് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തീർച്ചയായിട്ടും ആ രീതിയിൽ നമുക്ക് പ്രവർത്തനങ്ങൾ നടത്തുകയാണെങ്കിൽ, വീടുകൾ കെട്ടുമ്പോൾ അല്ലെങ്കിൽ ഷോപ്പിംഗ് കോംപ്ലക്സ് കെട്ടുമ്പോൾ തേപ്പ് തേക്കാൻ മുൻകാലങ്ങളിൽ ആളുകൾ ഇങ്ങനെ വേണ്ടി, ഇപ്പോൾ അത് വേണ്ട എന്നുള്ളതാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ. ഇപ്പോൾ പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്നത് മിഷണറിയാണ് ഇപ്പോൾ ചെയ്യുന്നത്, അല്ല? അങ്ങനെ മിഷണറികളിൽ ചെയ്യുന്ന ഒരു സംവിധാനം നമുക്കിപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ വികസന പ്രവർത്തനങ്ങളിലേക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കും. പക്ഷേ നമ്മുടെ തൊഴിൽ മേഖലയിലേക്കും അതിലുള്ള മാറ്റങ്ങൾ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആളുകൾ, അഭ്യസ്തവിദ്യരായ ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമുക്ക് യൂറോപ്യൻ രാജ്യങ്ങളിലായാലും മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാലും അവിടെയൊക്കെ എല്ലാ കമ്പനികളുടെ തലപ്പത്ത് ഒരുപക്ഷെ ഇരിക്കുന്നത് കേരളത്തിലെ ആളുകളാണ്. അപ്പോൾ കേരളത്തിലെ ആളുകൾ വലിയ വലിയ കമ്പനികളിൽ പുറത്തു പോയിട്ട് ഒരുപാട് ആളുകളെ കൺട്രോൾ ചെയ്ത് ആ കമ്പനികളെ ഉയർത്തിക്കൊണ്ടുപോകാൻ നമ്മുടെ ലെൻസ്ഫെഡിന് സാധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, ഇപ്പോൾ പല ബിൽഡിങ്ങുകളും, ഇപ്പോൾ കേരളത്തിൽ തന്നെ പല മുനിസിപ്പാലിറ്റികളും പല പഞ്ചായത്തുകളൊക്കെ ഇപ്പോൾ കെ സ്മാർട്ട് എന്നൊരു സംവിധാനമാണ് വന്നിരിക്കുന്നത്. ഈ കെ സ്മാർട്ട് സംവിധാനത്തിൽ ചെയ്യണമെന്ന് ഗവൺമെൻറ് നിർദ്ദേശിക്കുന്നുണ്ട്. പക്ഷെ ആ കെ സ്മാർട്ട് സംവിധാനം അവിടെയുള്ള ആ ജീവനക്കാർക്ക് അത് എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള രീതിയിലുള്ള ഒരു ക്ലാസ്സുകൾ നമുക്ക് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ക്ലാസ്സുകൾ ഇല്ലാതെ അവരെ ഡയറക്റ്റ് ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ഒന്നും നടക്കുന്നില്ല എന്ന് നമുക്കറിയാം. അപ്പോൾ ലെൻസ്ഫെഡിലുള്ള എഞ്ചിനീയർമാർക്കൊക്കെ അറിയാം, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയാം. അവർക്ക് അതിനുള്ള അറിവ് അവിടെ കിട്ടുന്നില്ല. ഇത് ഏതുപോലെ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷ കൊടുത്തിട്ട് ഓടിക്കണം എന്ന് പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷ തന്നെ പഠിക്കണം, നമുക്ക് ഓടിക്കണേ. കാറ് പഠിച്ചവനക്ക്, സ്കൂട്ടർ പഠിച്ചവനക്ക് ഓട്ടോറിക്ഷ ഓട്ടാൻ പറ്റില്ല. ഡ്രൈവറാണ്, പക്ഷേ ഓട്ടാൻ പറ്റില്ല. ഓട്ടോറിക്ഷ ഓട്ടണമെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ചിട്ടുള്ള പരിജ്ഞാനം തന്നെ വേണം ഓട്ടോറിക്ഷ ഓട്ടണമെങ്കിൽ. അപ്പോൾ അതേപോലെ ഈ കെ സ്മാർട്ട് സംവിധാനത്തെ ഉപയോഗിക്കുന്ന തരത്തിൽ തന്നെ ആ ജീവനക്കാരെ തരപ്പെടുത്തിയെടുത്ത് കഴിഞ്ഞാൽ മാത്രമേ ഇത് ആ രീതിയിൽ നമുക്ക് സംവിധാനം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട്.
അപ്പം ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ഇടയിലുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ മാറ്റിയെടുക്കേണ്ടതായിട്ടുമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ലെൻസ് ബെഡ് ഇവിടെ നടത്തുന്ന ഈ കാർണിവൽ, ഈ എക്സിബിഷൻ തീർച്ചയായിട്ടും കാസർഗോഡിന് ഒരുപാട് നന്മകൾ ഉണ്ടാക്കാൻ സാധിക്കും. കാസർഗോഡ് നഗരസഭയും ഇതുപോലെ ഒരു ഫെസ്റ്റ് വെക്കാൻ കാസർഗോഡ് നഗരസഭ ഇങ്ങനെ തീരുമാനിച്ചിട്ടുണ്ട്. നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊന്നൊരു ചർച്ച ചെയ്യാം. നമുക്ക് ഇതുപോലെ ലെൻസ് ബെഡിൻ്റെ സഹകരണത്തോടു കൂടി നമുക്കൊരു ബ്യൂട്ടി ഫെസ്റ്റ് കാസർഗോഡ് നഗരത്തിൽ വെക്കാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ചെയ്യാനുള്ള സംവിധാനം കാസർഗോഡ് നഗരസഭ ഉണ്ടാക്കുമെന്ന് ഈ അവസരത്തിൽ ലെൻസ് ബെഡിൻ്റെ ഭാരവാഹികളോട് അറിയിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപയോഗിക്കുന്നു. ജയ്. അതോടൊപ്പം ലേബർ കോസ്റ്റും അതുപോലെ തന്നെ നേരത്തെ ഇവിടെ ചെയർമാൻ പറഞ്ഞതുപോലെ നമ്മുടെ ഇന്ന് ലേബർ കോസ്റ്റ് നമ്മൾ വളരെയധികം കൂടുന്നുണ്ടെങ്കിലും അതോടൊപ്പം അതിഥി തൊഴിലാളികളാണ് കൂടുതലും നമ്മുടെ മേഖലകളിൽ ഇന്ന് വർക്ക് ചെയ്യുന്നത്. അത് ഒരു പ്രധാനപ്പെട്ട ഒരു ബിൽഡിംഗ് നിർമ്മിക്കുമ്പോൾ അതിൻ്റെ 50%-ത്തിലധികം ലേബറായി പോകുന്നുണ്ട്. ആ 50%-ത്തിലധികമുള്ള ഫണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റുള്ള നാട്ടിലേക്കാണ് കൂടുതലും ചെലവഴിക്കുന്നുള്ളത് എന്നുള്ളത് തീർച്ചയായും നമ്മുടെ നാട്ടിലെ ഒരു സമ്പത്തിനെ തന്നെ വേറൊരു മേഖലയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ നിലവിലുണ്ട് എന്നുള്ളത് ഒരു സത്യാവസ്ഥയാണ്. അത് കൃത്യമായി ഇവിടെ ചെയർമാൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഗവൺമെൻറ് തലത്തിലുള്ള പ്രശ്നങ്ങൾ, ഇപ്പോൾ കെ സ്മാർട്ട് പോലുള്ള പ്രശ്നങ്ങൾ വളരെയധികം ലെൻസ് ബെഡിലെ നിങ്ങൾക്ക് എഞ്ചിനീയർമാർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് എന്നുള്ളത്. കാരണം LSGD വന്നതോടുകൂടി ഇപ്പോൾ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു മുനിസിപ്പാലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ആയാൽ തീർച്ചയായും മുനിസിപ്പാലിറ്റിയിലെത്തിയാൽ ആദ്യം ഒരു 1-ാം ക്ലാസ്സിൽ കൂട്ടിയ ഒരു ഫലമാണുള്ളത്. സ്കൂളിൽ 1-ാം ക്ലാസ്സിൽ ചേർത്ത പോലെയാണ് ഉദ്യോഗസ്ഥന്മാർ പഞ്ചായത്തിൽ നിന്ന് മുനിസിപ്പാലിറ്റിയിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ. കാരണം കേസ് സ്മാർട്ട് എന്നതോടെ ഇത് എങ്ങനെയാണ് ഇതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നുള്ള അറിയാത്ത ഒരു അവസ്ഥയിലേക്ക് ഉദ്യോഗസ്ഥന്മാർ വരുന്നുണ്ട്. അതൊരു വലിയ പ്രതിസന്ധിയാണ്. നഗരസഭയിൽ വളരെ അത് വീട് പണിതുകൊണ്ടിരുന്നത് നമുക്കൊരു മേസ്ത്രിയോ ഒന്നും ഏൽപ്പിക്കാതെ അവർ സ്വയം അവർക്ക് വേണ്ടിയിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ചുകൊണ്ട് അവർ ആ ഒരു കെട്ടിടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നൊരു കാലാവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഉപയോഗിച്ചിരുന്നത് തീർച്ചയായിട്ടും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിരുന്നത്. നമുക്കറിയാം വെർണാക്കുലർ ആർക്കിടെക്ചറിൻ്റെ ഒരു പരിണാമം തന്നെ ആരംഭിക്കുന്ന ഈ നിയോലിത്തിക് ഇറയോട് കൂടി തന്നെയാണ്. സോഫ്റ്റ് സ്റ്റോണുകൾ കട്ട് ചെയ്തുകൊണ്ടുള്ള കോറിയിങ് ആരംഭിച്ചത്. ഇന്ന് കോറിയിങ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണ്. ആദ്യമായി സ്യൂവർ പൈപ്പ് ലൈൻ ക്ലേയിൽ മെസപ്പൊട്ടോമിയയിലാണ് ആദ്യമായിട്ടുണ്ടായത്. മഡ് ബ്രിക്സിൻ്റെ ഒരു കാലഘട്ടം ജനറേറ്റ് ചെയ്യുന്നപ്പോഴാണ് 3100 BC-യിൽ പോസ്റ്റ് ആൻഡ് ലിൻഡൽ കൺസ്ട്രക്ഷൻ, പോസ്റ്റ് ഇട്ടിട്ട് അതിൻ്റെ മോഡലിൽ ലിൻഡൽ വെച്ചുകൊണ്ടുള്ളൊരു കൺസ്ട്രക്ഷൻ ആരംഭിക്കുന്നത് 3100 BC-യിലാണ്. അതിനുശേഷം നമുക്കതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് ഇംഗ്ലണ്ടിലെ സ്റ്റോൺ ഹെഞ്ച് എന്ന് പറയുന്നൊരു നിർമ്മാണം വളരെ പ്രശസ്തമായൊരു നിർമ്മാണമാണ്. പിന്നെ അയൺ ഏജ് 1200 BC മുതൽ 500 BC വരെ അത് ഹമുറാബി എന്ന ഒരു പേരിൽ ഒരു രാജാവാണ് ആദ്യത്തെ കോഡ്. അത് ബാബിലോണിയൻ സുൽത്താനായിരുന്നു അദ്ദേഹം. 1792 കാലഘട്ടത്തിലാണ് അത്തരത്തിലൊരു കോഡ് ഹമുറാബിയിൽ കോഡ് ഉണ്ടാക്കിയത്. ആ കോഡിൽ നമ്മൾ പരിശോധിച്ച് പോകേണ്ടത് നമ്മളെല്ലാം ഒരു കെട്ടിടങ്ങൾ നിർമ്മിക്കുമ്പോൾ എത്രമാത്രം അതിനോട് സമർപ്പണം ഉണ്ടായിരിക്കണമെന്ന് കൃത്യമായി ബോധിപ്പിക്കുന്നതായിരുന്നു. ആ കെട്ടിടത്തിന് ഏതെങ്കിലും രീതിയിലുള്ളൊരു ആപത്ത് വരികയാണെങ്കിൽ, കെട്ടിടം പൊളിഞ്ഞു പോവുകയാണെങ്കിൽ കെട്ടിടം പുനർനിർമ്മിച്ചു കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ബിൽഡർക്കായിരുന്നു. പിന്നീട് ആ കെട്ടിടം മൂലം ആ കെട്ടിട ഉടമസ്ഥൻ മരിക്കുകയാണെങ്കിൽ അത് ഇതിൻ്റെയൊക്കെ പ്രൂഫായിട്ടുള്ളത് ശിലാലിഖിതങ്ങളായിട്ടാണ് ഇതൊക്കെ വന്നിട്ടുള്ളത്. ആൻഷ്യൻ്റ് ഈജിപ്തിൽ കുറച്ചുകൂടി ഡെവലപ്മെൻറ്റ്സ് പിന്നീട് വന്നു. ഗ്രീസിൽ പ്ലംബിംഗ്, സ്പൈറൽ സ്റ്റെയർ കേസ്, സെൻട്രൽ ഹീറ്റിങ്ങിനുള്ള ഫെസിലിറ്റീസ്, അർബൻ പ്ലാനിങ് ആദ്യം വരുന്നതും ഈ ആൻഷ്യൻ്റ് ഈജിപ്തിലൂടെയാണ്. പിന്നെ ഈ പറയുന്ന ടിമ്പർ ആർക്കിടെക്ചർ വന്നു. ടിമ്പർ ആർക്കിടെക്ചറിൻ്റെ റിപ്ലിക്ക സ്റ്റോണിൽ ആളുകൾ ചെയ്തു തുടങ്ങി. കണ്ടുപിടുത്തമെല്ലാം വലിയ രീതിയിൽ ഒരു വലിയ ആധുനിക കാലഘട്ടത്തിലേക്കുള്ള ഒരു വലിയൊരു കാൽവെപ്പായിരുന്നു. ചൈനയുടെ വൻമതിൽ നിർമ്മാണം പരിശോധിക്കുകയാണെങ്കിൽ 7th സെഞ്ചുറി 2nd BC-യിലാണ് അത്തരത്തിലൊരു നിർമ്മാണം ഉണ്ടായിട്ടുള്ളത്. കോമ്പാക്റ്റഡ് എർത്ത് വെച്ചിട്ടാണ് ആ ഒരു നിർമ്മിതി ഉണ്ടായത്. അതിനെ എൻവലപ്പ് ചെയ്തുകൊണ്ടുള്ള സ്റ്റോൺ മാസണറിയൊക്കെ കൊടുത്തുകൊണ്ട് ചൈനയിൽ വലിയ രീതിയിലൊരു വിപ്ലവം ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നടന്നു. മിഡിൽ ഏജസിലേക്ക് വരുമ്പോൾ 5 മുതൽ 15 AD യൂറോപ്പിൽ വലിയ രീതിയിൽ
റിനൈസൻസ് ഉണ്ടാവുകയും ഇതിൽ വേറെ ആളുകൾ അപ്രൻറ്റീസ് അങ്ങനെ ഒരു വിവിധങ്ങളായ കാറ്റഗറിയിലെ ആളുകൾക്ക് എംപ്ലോയ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു റിനൈസൻസ് പീരീഡ്. ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിലാണ് വലിയ രീതിയിൽ ഒരു വിജ്ഞാന വിസ്ഫോടനം ഉണ്ടാകുന്നത്. അറിവിൻ്റെ കാര്യത്തിലും എല്ലാം നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന നിത്യോപയോഗ സാധനങ്ങളെല്ലാം രൂപകൽപ്പനയെല്ലാം നടന്നിട്ടുള്ളത് ഈ ഒരു നവോത്ഥാന കാലഘട്ടത്തിലായിരുന്നു എന്നുള്ളത് നമ്മൾ കൺസ്ട്രക്ഷനൊക്കെ വലിയൊരു സ്ട്രീമിംഗ് വന്ന് വലിയ രീതിയിൽ സ്റ്റീം എഞ്ചിൻ്റെ ഡെവലപ്മെൻ്റ് എല്ലാം വലിയ രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു കാലഘട്ടമായിരുന്നു. ബീംസിൻ്റെ ഉപയോഗം, RCCയുടെ ഉപയോഗങ്ങളെല്ലാം വ്യാപകമായത് ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷനോട് കൂടിയിട്ടാണ്. ആദ്യമായിട്ട് ബിൽഡിംഗ് കോഡ് ഒരു ലിഖിതം എന്ന രീതിയിലേക്ക് ഹമ്മറാബിക്ക് ശേഷം വന്നിട്ടുള്ളത് ഈ ഒരു ഫസ്റ്റ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ കാലഘട്ടത്തിലാണ്. സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വലിയ രീതിയിൽ തന്നെ വലിയ മാറ്റങ്ങളാണ്. എലിവേറ്ററിൻ്റെ ഉപയോഗവും ക്രെയിനിൻ്റെ ഉപയോഗമെല്ലാം സെക്കൻഡ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നു. കാര്യമായ രീതിയിലേക്ക് മാറ്റം കൊണ്ടുവന്നു. നമ്മളെല്ലാം എക്കോളജിയെക്കുറിച്ചും എനർജി കൺസർവേഷൻ, സസ്റ്റൈനബിലിറ്റി എന്നിവരെക്കുറിച്ചെല്ലാം സംസാരിക്കാൻ തുടങ്ങി. ലീൻ മാനുഫാക്ചറിങ്, ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷനെ കുറിച്ച് നമ്മൾ സംസാരിക്കാൻ തുടങ്ങി. 3D പ്രിൻറ്റിങ്ങിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. CAD-നെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. ഡ്രോണുകൾ വന്നു. ഡിജിറ്റൽ സർവേകളെല്ലാം വ്യാപകമായ രീതിയിലേക്ക് വന്നു. ഇതാണ് ഈ മാറ്റങ്ങൾ. ഈ ഒരു കോവിഡിന് ശേഷം 2016 ശേഷം ഫോർത്ത് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്നൊരു ടേം പുതിയതായിട്ട് ഡെവലപ്പ് ചെയ്യുകയും റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഈ കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് വലിയ രീതിയിലേക്ക് ഒരു കടന്നുകയറ്റത്തിന് വേണ്ടി ഒരു ശ്രമം മാത്രമേ നടത്തിയിട്ടുള്ളൂ. ഇതുവരെയായി നമ്മൾ പറയട്ടെ, കാർഷിക മേഖലയോട് അത്രം പോലും നിർമ്മാണ മേഖലയിൽ ഡിജിറ്റലൈസേഷൻ വന്നിട്ടില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു പോരായ്മ. ഈ ഒരു കാലഘട്ടത്തിൽ പ്രതിസന്ധികളെക്കുറിച്ച് പരാമർശിക്കുന്നതിന് മുൻപായി ഗ്ലോബൽ കൺസ്ട്രക്ഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇന്നത്തെ എന്താണ്, ആഗോളതലത്തിൽ തന്നെ നിർമ്മാണ മേഖലയിലെ നില എന്താണ് കൺസ്ട്രക്ഷൻ മേഖലയിലുള്ളവർക്കെല്ലാം ചില മാറ്റങ്ങൾ തീർച്ചയായിട്ടും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ടത് ചൈന, US, ഇന്ത്യ കൺസ്ട്രക്ഷൻ സൂപ്പർ പവർ ആകുമെന്നാണ് പ്രഡിക്ഷൻ. വലിയൊരു പ്രതീക്ഷയാണത്. ആഗോള വിപണിയുടെ 51% കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഈ 3 വലിയ രാജ്യങ്ങളാണ്. US-ഉം ചൈനയും ഇന്ത്യയുമാണ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്. ചൈനയിൽ 2025 റിയൽ എസ്റ്റേറ്റിലെ വെല്ലുവിളികളെ മറികടന്നുകൊണ്ട് ഒരു വലിയൊരു വളർച്ച അവർ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകളിൽ വലിയൊരു മാന്ദ്യമാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ രീതിയിൽ റെസിഡൻഷ്യൽ പ്രോജക്റ്റുകൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ കുറയുമ്പോൾ ഏകദേശം $150 ബില്യൺ ഒരു ഇടിവ് ആ ഒരു നിർമ്മാണ വ്യവസായത്തിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ സംഭവിക്കും. അവിടെ അവർക്ക് മറികടക്കാനുള്ളത് നോൺ റെസിഡൻഷ്യൽ കാറ്റഗറിയിലുള്ള നിർമ്മാണങ്ങളുടെ ഒരു വളർച്ചയാണ്. വലിയ രീതിയിൽ അവർക്കത് കോപ്പപ്പ് ചെയ്യാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആ ഒരു പഠനം വെളിവാക്കുന്നത്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള പ്രതീക്ഷ നൽകുന്നത് ഇന്ത്യ അതിവേഗം വളരുന്ന നിർമ്മാണ സൂപ്പർ പവറായി മാറുമെന്നാണ് ഈ ഒരു പ്രവചനം. പടിഞ്ഞാറൻ യൂറോപ്പിൽ UK അതോടൊപ്പം തന്നെ വലിയ രീതിയിലുള്ള ഒരു വളർച്ചയും കാണുന്നുണ്ട്. ചൈനയിൽ പ്രത്യേകിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ടത് ചൈനയുടെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അർബനൈസേഷൻ കുറയുന്നു. വലിയ ഒരു ഡ്രോബാക്ക് അവിടെ സംഭവിക്കുന്നു. ഇന്ത്യയിൽ വലിയൊരു സാധ്യത അവിടെ വരുന്നുണ്ട്. ഇന്ത്യയിൽ ജനസംഖ്യ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ജനസംഖ്യ 1.4 ബില്യൺ ആയിരുന്നത് 1.5 ബില്യൺ ഉള്ള ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ്. ചൈനയിൽ തൊഴിൽ ക്ഷമതയുള്ള ആളുകളുടെ എണ്ണം കുറയുന്നു. വാർദ്ധക്യരായിട്ടുള്ള ആളുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ഒരു വ്യത്യാസം പൊതുവിൽ ഈ ഒരു പഠനം ചൂണ്ടിക്കാണുന്നത്. ഇന്ത്യക്ക് വലിയൊരു പൊട്ടൻഷ്യലാണ്. നമ്മളെപ്പോലുള്ള ഒരു യങ് ജനറേഷൻ്റെ സ്ട്രെങ്ത് ആണ് ഇന്ത്യക്കുള്ളത്. അത് വലിയ പ്രതീക്ഷ തന്നെയാണ് നമുക്ക്. ഈ കൺസ്ട്രക്ഷൻ്റെ ഒരു സ്കോപ്പ് ആഗോളതലത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം ടർക്കിയിലുണ്ടായിട്ടുള്ള ആ ഒരു ഭൂകമ്പത്തിനെ തുടർന്നുണ്ടായിട്ടുള്ള ഒരു റീകൺസ്ട്രക്ഷനും 2023 അതിനെ പുനരുജ്ജീവിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കും ഏകദേശം $100 ബില്യൻ്റെ അടുത്ത് ചെലവ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ത്യയിൽ ജനസംഖ്യ വലുതായിട്ട് മാറുന്നതിനൊപ്പം തന്നെ അർബനൈസേഷൻ വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ കൊണ്ടുവരും. കഴിഞ്ഞ ദിവസം നമ്മൾ പറയണ്ടായി, കേരളത്തിൽ തന്നെ അതിൻ്റെ പ്രതിഫലനം കൃത്യമായി കണ്ടു തുടങ്ങിയത് കോഴിക്കോടൊക്കെ നടക്കുന്ന വലിയ രീതിയിലുള്ള അർബനൈസേഷൻ നമുക്ക് ഒരു ഗ്ലോബൽ മാതൃകയിൽ തന്നെ നമ്മുടെ മേഖലയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റുകൾക്ക് വലിയ ബൂമാണ് കേരളത്തിൽ ഇത്തരത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലേക്കൊരു സംരംഭത്തിലേക്ക് മുന്നോട്ട് പോകുന്നു. അതോടൊപ്പം തന്നെ ഇന്ത്യ 2070 കാർബൺ ന്യൂട്രലിലേക്ക് പോകാനുള്ളൊരു ശ്രമവും നടക്കുന്നു. ഇനി സസ്റ്റൈനബിലിറ്റി ഡെവലപ്മെൻറ്റിനുള്ളൊരു സ്കോപ്പ് ഇവിടെ കൃത്യമായിട്ട് നമുക്ക് വരച്ച് കാണിക്കാൻ സാധിക്കും. ഇന്ത്യയിൽ പ്രധാനമായിട്ടും ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റാണ് കൂടുതലായിട്ട് വരാനിരിക്കുന്നത്. റോഡ് പ്രോജക്റ്റ് പ്രത്യേകിച്ച് ഇന്ത്യൻ റുപ്പീസ് 5 ട്രില്യൻ്റെ ഭാരത്മാല പ്രോജക്റ്റ് വലിയൊരു സ്കോപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. പവർ ഡിസ്ട്രിബ്യൂഷൻ സെക്ടറിലും വലിയ അവസരങ്ങളുണ്ട്. ജൽ ജീവൻ പ്രോജക്റ്റിൽ വലിയ അവസരങ്ങളുണ്ട്.
ലോക്കൽ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് ലോക്കൽ അർബൻ പോളിസികളിൽ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ലോക്കൽ സെക്ടറിൽ മണി ട്രാൻസാക്ഷനുമെല്ലാം കൂടുതൽ വരുന്ന രീതിയിലേക്ക് ലോക്കൽ കൺസ്ട്രക്ഷൻ മാർക്കറ്റിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന രീതിയിൽ ഗവൺമെൻറ് പോളിസികളിൽ ഇൻസെൻറ്റീവ് സ്കീംസ് പ്രോജക്റ്റുകളിൽ ഹൈ റൈസ് ബിൽഡിങ്സിനോ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് കൊണ്ടുവരുന്ന കൊടുക്കുക വലിയ പ്രശ്നമാണിപ്പോൾ. ഇപ്പോൾ ഒരാൾ ഒരു ഒക്യുപ്പൻസി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നതിന് മുന്നോടിയായിട്ട് വലിയ രീതിയിൽ നമുക്കറിയാം തൊഴിലാളി ക്ഷേമനിധി അടക്കേണ്ട സ്ഥിതിയുണ്ട്. വലിയ നമുക്കൊരു ഇൻവെസ്റ്റർ 1 കോടി അല്ലെങ്കിൽ 100 കോടി ചെലവ് ചെയ്തൊരു പ്രോജക്റ്റ് വരുമ്പോൾ ആ പ്രോജക്റ്റിൻ്റെ കംപ്ലീഷൻ സമയത്ത് വലിയ രീതിയിൽ ടാക്സുകൾ കൊടുക്കേണ്ട അവസ്ഥ വലിയ രീതിയിൽ ഈ ഒരു മേഖലയെ നമ്മുടെ ലോക്കൽ റീജിയനിൽ വലിയൊരു മാർക്കറ്റിൽ വലിയൊരു ഇടിവുണ്ടാക്കുന്നത്. അതിന് ചില മാറ്റങ്ങൾ ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായിട്ട് വരുത്തേണ്ടതാണെന്നുള്ളതാണ് പൊതുവിൽ ലെൻസ്ഫെഡും പൊതുവിൽ വിലയിരുത്തിയിട്ടുള്ളത്. അതിനുള്ള നയങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം. നേരത്തെ പറഞ്ഞ പോലെ ഇൻസെൻറ്റീവ് സ്കീംസ് തീർച്ചയായിട്ടും ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ ഈ സസ്റ്റൈനബിൾ ആസ്പെക്റ്റുമായി ബന്ധപ്പെട്ട് പറഞ്ഞു പോകുമ്പോൾ വലിയൊരു പ്രോജക്റ്റ് സൗദി അറേബ്യയിലെ അതിൻ്റെ പണിപ്പുറയിലാണ്. സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ്റെ ഒരു വലിയൊരു മാതൃക അത് നിയോമിൻ്റെ ലൈൻ എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഏകദേശം 70 കിലോമീറ്റർ നീളവും 200 മീറ്റർ വീതിയുമുള്ള ലൈൻ പ്രോജക്റ്റ് സീറോ കാർബൺ ന്യൂട്രലിലേക്കുള്ളൊരു പാതയുടെ ഒരു ഉത്തമമായ ഒരു മോഡലായിട്ട് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നുണ്ട്. ഏകദേശം 9 മില്യൺ ആളുകൾ അക്കോമഡേറ്റ് ചെയ്യുന്നൊരു പ്രോജക്റ്റ് അവിടെ സാധ്യമാകുമെങ്കിൽ അതിലേക്കുള്ള വഴി ഇന്ത്യയിലേക്കും അതിനുള്ള സാധ്യതകൾ ഒട്ടും മങ്ങുന്നില്ലെന്ന കാര്യത്തിൽ സംശയമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ചലഞ്ച് നിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിച്ചു പോകേണ്ടത് ഈ പൊതുനയ രൂപീകരണം, നിർമ്മാണ വസ്തുക്കളുടെ വിലക്കയറ്റം, അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം 1.1 ഡിഗ്രിയുടെ ആഗോള താപനിലയിൽ ഈ ഒരു കാലഘട്ടത്തിൽ വർധനവുണ്ടായി എന്നാണ് കണക്ക്. ഈ നൂറ്റാണ്ടിൻ്റെ അവസാനം ഇത് 2.8 ഡിഗ്രിയായി ഉയരുമെന്നതാണ് വലിയൊരു ആശങ്ക. അത് 1.5 ഡിഗ്രി വർധനവിൽ നിർത്തുക, അതിൽ ലിമിറ്റ് ചെയ്യുക എന്നുള്ളൊരു ആഗോള പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ അതിൻ്റെ നിർമ്മാണ മേഖലയുടെ പോളിസികൾ ഡെവലപ്പ് ചെയ്ത് പോകേണ്ടതെന്ന കാര്യവും ഇവിടെ ഓർമ്മപ്പെടുത്തി പോവുകയാണ്. അവിടെയാണ് റെസിലിയൻ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ പ്രാധാന്യം. റെസിലിയൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, റോഡുകൾ, പാലങ്ങൾ മാത്രമല്ല, ഏത് കെട്ടിടങ്ങളായിക്കോട്ടെ. നമ്മൾ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ സംസ്ഥാന പ്രസിഡന്റുമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ വയനാട് ഞങ്ങളുടെ വിസിറ്റിൻ്റെ ഭാഗമായിട്ട് പോകുമ്പോൾ അവിടെ റെസിലിയൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ എന്ന രീതിയിൽ ഒരു ഉത്തമമായ മോഡലായിട്ട് നിൽക്കുന്നൊരു കെട്ടിടമാണ് അവിടെ ചൂരൽ മലയിലെ ഒരു സ്കൂൾ ബിൽഡിംഗ്. ആ സ്കൂൾ ബിൽഡിംഗ് തകരാതെ ആ ഒരു വെള്ളപ്പൊക്കത്തിൻ്റെ ഗതി തിരിച്ചു വിട്ടുകൊണ്ട് വലിയൊരു ദുരന്തത്തെ തടുത്തൊരു കെട്ടിടം കൂടിയാണ്. ഇത്തരത്തിൽ റെസിലിയൻ്റ് ഇൻഫ്രാസ്ട്രക്ചറിൻ്റെ ഏറ്റവും ഉത്തമമായിട്ടൊരു ഉദാഹരണം എന്ന രീതിയിൽ നമ്മളെല്ലാവരും എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള ആളുകൾ ഇത്തരത്തിൽ റെസിലിയൻ്റ് ഇൻഫ്രാസ്ട്രക്ചർ നിർമ്മിക്കുവാൻ ഡിസൈൻ ചെയ്യുവാനായിട്ട് തീർച്ചയായിട്ടും അതിനുള്ള കോഡുകളിൽ ഒത്തിരി മാറ്റങ്ങൾ ഇനി വരുത്തേണ്ടതായിട്ടുണ്ട്. കാരണം കാലാവസ്ഥാ മാറ്റങ്ങൾക്കനുസരിച്ച് കോഡുകളിൽ മാറ്റം വന്നിട്ടില്ല. ഇതിലുള്ള നയം, ഇതെല്ലാമാണ് നമ്മുടെ ചലഞ്ചസ് ആയിട്ട് നമ്മൾ ഉയർത്തിക്കാട്ടി പോകേണ്ടതെന്ന് പറയുകയാണ്. മറ്റു കാര്യങ്ങളുള്ളത് തീർച്ചയായിട്ടും ഫോറസ്റ്റ് റീജനറേഷൻ, കോസ്റ്റൽ വെറ്റ്ലാൻഡിനെ നമ്മൾ പരിപോഷിച്ച് പോകേണ്ട ആവശ്യകതകളുണ്ട്. ഒത്തിരി റിസ്റ്റോറേഷൻ പ്രോത്സാഹിപ്പിക്കേണ്ടതായിട്ടുണ്ട്. പഴയകാല കെട്ടിടങ്ങളെ അതിന് പുനരുപയോഗിച്ച് പോകുന്ന സ്ട്രാറ്റജികളെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിച്ച് പോകേണ്ടതായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു, നിർമ്മാണിക്കാൻ പോകുന്ന പ്രധാന വിഷയമാണ് ഒരു 3 വർഷം മുൻപെയുള്ള നിർമ്മാണ വസ്തുക്കളുടെ റേറ്റ് അല്ല എന്നുള്ളത്. നാളെ അതായിരിക്കില്ല, മറ്റന്നാൾ അതായിരിക്കില്ല. അത് പിടിച്ചു നിർത്താനായിട്ടുള്ള ഗവൺമെൻറ് സംവിധാനവും ഇന്ന് നിലവിലില്ല എന്നുള്ളതും സംഘടന ലെൻസ്ഫെഡ് പോലുള്ള സംഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു പ്രധാന ആശയമാണ്. നിർമ്മാണ വസ്തുക്കളുടെ വില നിയന്ത്രിക്കുവാനുള്ള സ്ഥിരം സംവിധാനം സർക്കാർ തലത്തിൽ വേണം എന്നുള്ളൊരു കാര്യമാണ്. സിമെന്റിന്റെ ഉപയോഗം 50%, അതായത് ഇപ്പോൾ 70 വർഷത്തിൽ അവസാനിക്കുന്ന സിമെന്റ് ക്വാറികൾ ഒരു 140 വർഷം വരെയെങ്കിലും പുനരുജ്ജീവിപ്പിക്കാൻ കഴിയുന്ന ഒരു സാങ്കേതിക വിദ്യയാണ് LC3 സിമെന്റ്. ഇത്തരത്തിൽ ആൾട്ടർനേറ്റ് ടെക്നോളജിയെ പറ്റിയുള്ള പഠനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ മിക്കവാറും IIT തലങ്ങളിലെല്ലാം നടക്കുന്നുണ്ടെങ്കിലും ലെൻസ്ഫെഡ് പോലുള്ള സംഘടനകൾ അത്തരത്തിൽ റിസർച്ച് ഓറിയന്റഡ് ആയിട്ടുള്ള പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുണ്ട്. സ്കിൽ പാർക്കും അതോടൊപ്പം തന്നെ PK ബാലൻ പഠന കേന്ദ്രത്തിലും ഇത്തരത്തിലുള്ള വിവിധ പഠനങ്ങളും നമ്മുടെ അംഗങ്ങളുടെ കേന്ദ്രീകരിച്ചുള്ള റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചറിനെ മാത്രമല്ല, സാധാരണ ഒരു 50 വർഷം ലൈഫ് പ്രെഡിക്റ്റ് ചെയ്യുന്ന കെട്ടിടങ്ങളെ വരെ സാരമായി ബാധിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് എംസാൻഡിൻ്റെ അല്ലെങ്കിൽ അഗ്രിഗേറ്റിൻ്റെ ക്വാളിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അതിന് കൃത്യമായ സംവിധാനങ്ങൾ തീർച്ചയായിട്ടും സർക്കാർ
സർക്കാരിൻ്റെ ഒരു ഉത്തരവാദിത്ത ബോധമുള്ള ഒരു സർക്കാർ സംവിധാനം ചെയ്യേണ്ട ഒരു ആദ്യ ഘട്ടം എന്ന രീതിയിൽ ചെയ്യേണ്ട ഒരു പരിപാടി തന്നെയാണ് അത് എന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ്. ഗവൺമെൻറ് പ്രോജക്റ്റിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും ചില ക്വാളിറ്റി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ടെങ്കിലും ഇത്തരത്തിൽ എംസാൻഡിൻ്റെ ക്വാളിറ്റി, അഗ്രിഗേറ്റ് ക്വാളിറ്റി ഒന്നും എത്രമാത്രം ചെക്ക് ചെയ്ത് പോകുന്നുണ്ടെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കേണ്ടതാണ്. വലിയ പ്രോജക്റ്റുകളെ സംബന്ധിച്ച് പ്ലാനിങ്ങിൻ്റെ വലിയ തകരാറുകൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റേഷനെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. ടെക്നോളജി അഡോപ്റ്റേഷൻ, തീർച്ചയായിട്ടും നമുക്ക് 3D പ്രിൻറ്റിംഗ് വലിയ രീതിയിൽ 3D കോൺക്രീറ്റ് പ്രിൻറ്റിംഗ് ഒരു റവല്യൂഷനായിട്ട് ഭാവിയിൽ ലോ കോസ്റ്റ് കൺസ്ട്രക്ഷൻ, അഫോർഡബിൾ കൺസ്ട്രക്ഷനൊക്കെ വലിയ രീതിയിൽ നമുക്ക് സഹായിക്കുന്ന ഒരു മോഡലായിട്ട് 3D കോൺക്രീറ്റ് പ്രിൻറ്റിംഗ് മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. വെർച്വൽ റിയാലിറ്റിയും ഓഗ്മെന്റഡ് റിയാലിറ്റിയും എല്ലാം നമ്മുടെ ഡിസൈനിലേക്ക് നമ്മൾ എത്രമാത്രം ഇൻവോൾവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം നമ്മൾ സ്വയം പരിശോധിച്ച് നോക്കേണ്ടതാണ്. മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ ഒറ്റ പ്രിൻറ്റിങ്ങിൽ ആ മോഡൽ, ആ വീട് ഫുള്ളായിട്ട് പ്രിൻറ്റ് ചെയ്ത് വരും. ഇപ്പോൾ നമുക്ക് ഒരു കൺസ്ട്രക്ഷൻ പ്രോസസ്സിൽ ഒത്തിരി കാര്യങ്ങൾ, ലേബർ മാനേജ്മെൻറ്റ്, മെറ്റീരിയൽ മാനേജ്മെൻറ്റ്, അതിൻ്റെ മെറ്റീരിയൽ സപ്ലൈ ചെയ്യുന്ന വിഷയങ്ങളെല്ലാം ഉണ്ട്. അവിടെ വളരെ രസകരമായിട്ടൊരു കാര്യം, കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട് എൻ്റെ ഒരു ചെറിയൊരു എക്സ്പീരിയൻസ്, ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ആ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുമ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ കേഴ്സർ അതിൻ്റെ സ്ക്രീനിലുണ്ടായിരുന്നു. ഞാൻ വന്ന് സൈറ്റിൽ വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു കുരിശ് പണിത് വെച്ചിരിക്കുകയാണ്, ഭിത്തിയിലൊരു കുരിശ് പണിത്. ബിസിനസ് രംഗത്തുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചൊക്കെ ഇവിടെ വളരെ വിശദമായി സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇതിനൊക്കെ കേന്ദ്ര കേരള ഗവൺമെൻറ്റുകളുടെ തെറ്റായ നയങ്ങൾ മൂലമാണ് ഇന്ന് ഇവിടെ വ്യവസായ മേഖലയും വ്യാപാര മേഖലയും തകർന്നുകൊണ്ടിരിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് ശേഷം ഓരോ നിയമങ്ങൾ ഈ രാജ്യത്തെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന രീതിയിലുള്ള നിയമനിർമ്മാണമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിനെതിരെ ശക്തമായ പ്രക്ഷോഭം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ ഭാഗത്ത് നിന്ന് നടന്നു വരുന്നുണ്ട്. കഴിഞ്ഞ 2017 ജൂലൈ 1-ാം തീയതി രാജ്യത്ത് നടപ്പിലാക്കിയ GST നിയമം വന്നതിന് ശേഷം ഒരുപാട് പ്രയാസങ്ങളാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ 6-7 വർഷമായി വലിയ പ്രതിസന്ധിയിൽ കൂടിയാണ് ഈ വ്യാപാര മേഖലയും വ്യവസായ മേഖലയും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭം വ്യാപാരി വ്യവസായ ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ തുടങ്ങിയിട്ടുണ്ട്. വരുന്ന ഫെബ്രുവരി മാസം 4-ാം തീയതി ഡൽഹിയിൽ പാർലമെൻറ്റ് മാർച്ച് ഉൾപ്പെടെ നടത്തി കേന്ദ്ര സർക്കാരിൻ്റെ കണ്ണ് തുറപ്പിക്കുന്നതിന് വേണ്ടിയും ചെറുകിട വ്യാപാര മേഖലയും അതുപോലെ വ്യവസായ മേഖലയും തകരുന്ന പുതിയ നിയമനിർമ്മാണം ഉണ്ടാക്കുന്നതിന് വേണ്ടിയൊക്കെയുള്ള ശക്തമായ പ്രക്ഷോഭമായി മുന്നോട്ട് പോവുകയാണ്. ഇന്ന് വളരെയധികം വിശാലമായ രീതിയിൽ ഇവിടെ എല്ലാ പ്രൊഡക്റ്റും ഇവിടെ അവതരിപ്പിക്കുന്നത് തീർച്ചയായും ഇത് ഭാവിയിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലേക്ക്, അതുപോലെ ഓൺലൈൻ വ്യാപാരത്തിനെതിരെ ഇത് നമ്മുടെ നാട്ടിൻ പുറത്ത് ഇത്തരം വ്യാപാര വ്യവസായങ്ങൾ തുടങ്ങി, സംരംഭങ്ങൾ തുടങ്ങി ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഇത് ഉപകാരപ്രദമാകും എന്നതിൽ യാതൊരു സംശയവുമില്ല. നിരവധി വ്യാപാരികൾ നമ്മുടെ ഈ സെമിനാറിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുപാട് പ്രൊഡക്റ്റും ഇവിടെ അവതരിപ്പിച്ചത് തീർച്ചയായും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നതിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ ബിസിനസ് രംഗത്ത് ഒരു വൻ കുതിച്ചുചാട്ടമുണ്ടാക്കാൻ ഈ സെമിനാർ കൊണ്ട് നടക്കും. എല്ലാവിധ നന്മകളും ഭാവങ്ങളും വിജയാശംസകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഇന്ന് കാസർഗോഡ് ജില്ലയിൽ ഞാൻ 5ാമത്തെ ക്ലസ്റ്റർ തുടങ്ങിയ ഒരാളായിരുന്നു. ഇന്നത് കാസർഗോഡ് ജില്ലയിൽ ഏതാണ്ട് 60-65 ക്ലസ്റ്ററുകൾ, ചെറുതും വലുതുമായിട്ട് 65 ക്ലസ്റ്ററുകൾ ഇന്ന് കാസർഗോഡ് ജില്ലയിലുണ്ട്. അപ്പോൾ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് നിർമ്മാണ മേഖലയിൽ എന്തുമാത്രം മാറ്റങ്ങൾ ഈ കഴിഞ്ഞ 3 പതിറ്റാണ്ടുകൾക്കിടയിൽ സംഭവിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ വീട് നിർമ്മാണത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ, ടൈൽസിൻ്റെ കാര്യത്തിലായാലും അതല്ലെങ്കിൽ ഇൻറ്റീരിയറിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ എല്ലാ മേഖലയിലും പുതിയ പുതിയ ടെക്നോളജികൾ ഇന്ന് നമ്മുടെ പ്രതീക്ഷിക്കുന്നത്. പിന്നെ വിലക്കയറ്റം മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഫാക്കൽറ്റി നേരത്തെ സൂചിപ്പിച്ചപ്പോൾ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആ മേഖലയിൽ ഈ മെറ്റലിൻ്റെ വിലയിൽ വലിയൊരു മാറ്റമൊന്നും കഴിഞ്ഞ 10-15 വർഷമായിട്ട് ഉണ്ടായിട്ടില്ല. 15 വർഷം മുമ്പ് മെറ്റലിൻ്റെ വില എന്തായിരുന്നോ ആ വില തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിൽ വലിയൊരു വലിയൊരു മാറ്റമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. പക്ഷേ അതുപോലെ ടൈൽസിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു ടൈൽസൊക്കെ പുതിയ നിലവാരത്തിലുള്ള ടൈൽസൊക്കെ വരുമ്പോൾ വലിയ വിലയൊക്കെ ഉണ്ടായിരുന്നു. ടൈൽസിനൊക്കെ വില കുറഞ്ഞിട്ടുണ്ട്. ചില ഐറ്റംസിനൊക്കെ വില കൂടിയിട്ടുണ്ടാവാം. പക്ഷേ മെറ്റലിൻ്റെയും അതുപോലെ ടൈൽസിൻ്റെയും കാര്യത്തിലൊക്കെ വളരെ വിലക്കുറവുണ്ടായ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. അപ്പോൾ ഇങ്ങനെ പുതിയ ഈ കാലഘട്ടത്തിൽ അതിനനുസരിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൽ നമ്മുടെ ഈ ലെൻസ്ഫെഡ് സംഘടനയിൽപ്പെട്ട എൻജിനീയേഴ്സും അവരൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമായി മാറിയിരിക്കുകയാണ്. അവരുടെ പ്രവർത്തനം, അവരുടെ ഇടപെടലുകളൊക്കെ നമ്മുടെ നിർമ്മാണ മേഖലയിലുള്ള
അപ്പോൾ ഈ കുതിച്ചുചാട്ടത്തിന് വളരെ സഹായകമായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. കൂടുതലൊന്നും ഞാൻ പറഞ്ഞു, ഫാക്കൽറ്റി ഇവിടെ എല്ലാ കാര്യങ്ങളും എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ട് അദ്ദേഹം ദീർഘമായിട്ട് ഇവിടെ സംസാരിച്ചപ്പോൾ എനിക്കിതിൻ്റെ ഒരു ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഞാനത് കൂടുതൽ അങ്ങനെ ഒരു പ്രിപ്പയറായിട്ട് വന്നതുമല്ല. ആശംസകളും നേരുന്നു. ഇങ്ങനെയുള്ള പരിപാടികൾ നടത്തുമ്പോൾ അതിൻ്റെ പ്രയോജനം നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക്, നമ്മുടെ നാട്ടിൽ എന്തൊക്കെ മെറ്റീരിയൽസ് അവൈലബിൾ ആണ്, എന്തൊക്കെ നമ്മളൊരു വീട് നിർമ്മാണം മറ്റും നടത്തുമ്പോൾ അതിന് എന്തൊക്കെ നമുക്ക് ഇതിൽ നിന്ന് ഉപയോഗപ്പെടുത്താൻ കഴിയും എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെയുള്ള എക്സ്പോയിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഏതായാലും എല്ലാവർക്കും മെൻസ്ഫെഡിനും അതിൻ്റെ ഭാരവാഹികൾക്കും സംഘടിപ്പിച്ചവർക്കും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള മുഴുവൻ ആളുകൾക്കും നന്ദി അറിയിക്കുന്നു. എല്ലാവിധ ആശംസകളും നന്മകളും നേരുന്നു. നേരിടുന്ന പ്രശ്നങ്ങൾ വളരെ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്. നമ്മുടെ കടലാസുകൾ നീങ്ങുന്നില്ല. അവിടെ ഏറ്റവും കൂടുതൽ വിലക്കയറ്റം ഉണ്ടായിരിക്കുന്നത് അവിടെയാണ്. മറ്റ് മേഖലകളിൽ ഇത്ര വിലക്കയറ്റം ഉണ്ടായിട്ടില്ല. ഗവൺമെൻറ് കൂട്ടിയ ഫീസ് ഏതാണ്ട് 40-50% ഇപ്പോൾ കുറച്ചിട്ടുണ്ട്. പക്ഷേ ഈ പേപ്പറുകൾ ഒന്ന് ശരിയായി കിട്ടാനുള്ള വിലക്കയറ്റം അതിൽ ഭയങ്കരമായിട്ടൊരു വർധന ഉണ്ടായിട്ടുണ്ട്. അതിൽ ഇനി മുനിസിപ്പൽ ചെയർമാനായാലും കൗൺസിലർമാരായാലും പഞ്ചായത്ത് പ്രസിഡന്റുമാരായാലും ഇനി കോർപ്പറേഷൻ മേയറായാലും ഇവർക്കൊന്നും ഇതിൽ ഒരു ഇടപെടലുകൾ നടത്താൻ കഴിയുന്നില്ല. അബ്ബാസ് ബീഗം സാഹിബിന് ഇത് വളരെ വ്യക്തമായിട്ട് അറിയാം. കാസർഗോഡ് നഗരസഭയിലും ഇതിൻ്റെ ദുരിതങ്ങളൊക്കെ ഞാൻ കുറേ അനുഭവിച്ച ആളാണ്. ഞാനിപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ പേരിലും കേസ് വരും. അതുകൊണ്ട് ആ കാര്യം ഞാൻ പറയുന്നില്ല. ഓക്കെ, താങ്ക് യു. ഒരു സംഭവമാണ് കാസർഗോഡ് ജില്ലയിലെ മിക്ക LSTD ഡിപ്പാർട്ട്മെൻറ്റുകളിലും ഉള്ളത്. കാരണം എഞ്ചിനീയർമാരുടെ കുറവ് കാരണം ഇവിടെ നിങ്ങൾ പലപ്പോഴും അതിൻ്റെ പെർമിഷനും അതിൻ്റെ മറ്റു കാര്യങ്ങൾക്കും നിങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ ഞങ്ങൾക്കറിയാം. അതേപോലെ നിങ്ങളെക്കാളും അധികം ഞങ്ങൾ എടുത്ത വർക്കുകൾ തുടങ്ങാൻ വേണ്ടി, തുടങ്ങിക്കഴിഞ്ഞാൽ അതിന് ബില്ല് എഴുതിക്കാൻ വേണ്ടി ഇവിടുത്തെ കാസർഗോഡ് ജില്ലയിൽ മാത്രമുള്ള എഞ്ചിനീയർമാരുടെ ഒരു അഭാവം, കുറവ്, അത് ബുദ്ധിമുട്ട് നേരിടുകയാണ്. ഞങ്ങളുടെ കൂടെ നിങ്ങളുടെ ലയൻസ്പെർട്ടും കൂടി ഗവൺമെൻറ്റിനോട് ജില്ലയിലെ എഞ്ചിനീയർ ഡിപ്പാർട്ട്മെൻറ്റിലെ ഒഴിവ് നികത്താൻ വേണ്ടി ആവശ്യപ്പെടണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. നമ്മുടെ മേഖല നിലനിൽക്കുമെന്നുള്ളത് നേരത്തെ നമ്മുടെ മുഖ്യ ഫാക്കൽറ്റി ചൂരൽമലയിലെ ആ ഒരു സ്കൂൾ കെട്ടിടത്തെ പറഞ്ഞു. അത് കിഫ്ബിയാണ് ഡിസൈൻ ചെയ്തത്. ഈ കിഫ്ബിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഫണ്ടിനനുസരിച്ച് ഡിസൈൻ ചെയ്യുകയല്ല, ഡിസൈൻ അനുസരിച്ച് അവർ ഫണ്ട് നീക്കിവെക്കുകയാണ്. അതാണ് അവിടുത്തെ ആ കെട്ടിടം മറ്റു കെട്ടിടങ്ങളെക്കാളും അപേക്ഷിച്ച് അവിടെ നിങ്ങൾക്ക് നിലനിന്ന് കണ്ടത്. അത് വെള്ളപ്പാച്ചലിലും ആ കെട്ടിടത്തിനൊന്നും സംഭവിക്കാതിരുന്നത്. സാധാരണ നമ്മളിപ്പോൾ പ്രൈവറ്റ് ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ ഫണ്ടിനനുസരിച്ച് എസ്റ്റിമേറ്റ് ആക്കുന്നതിന് പകരം എസ്റ്റിമേറ്റിനനുസരിച്ച് ഫണ്ട് റെഡിയാക്കുന്ന ഒരു സംഭവം ഉണ്ടായാൽ കുറേയൊക്കെ നമുക്കതിൽ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ സാധിക്കും. ഇതിനെപ്പറ്റി നിർമ്മാണം ഇവർ കൂടുതൽ സംസാരിക്കാനും അതിൻ്റെ മേഖലയെ പറ്റി പറയാനും ഇവിടെ നിരവധി സംഘടനകളെ പ്രതിനിധീകരിച്ച് കുറേ സംഘടനകളുണ്ട്. എല്ലാവർക്കും സമയം വളരെ കുറവാണ്, കൂടുതലൊന്നും സംസാരിക്കുന്നില്ല. എങ്കിലും എനിക്ക് ഏറ്റവും അധികം ഇവിടെ വന്ന സംഘടന ഏറ്റവും അധികം അഭിനന്ദിക്കേണ്ട ഒരു സംഘടനയുണ്ട്, നമ്മുടെ സ്വാതന്ത്ര്യ സ്പർശം എന്ന ഇലക്ട്രിക്കൽ കൂട്ടായ്മ. അവർ ചെയ്യുന്ന ചാരിറ്റി പ്രവർത്തനങ്ങൾ, ഞങ്ങൾ സംഘടന ചെയ്ത പല പ്രവർത്തനങ്ങൾക്കും അവരുടെ സൗജന്യ സേവനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അവരെ നിങ്ങളുടെ വേദിയിൽ വെച്ച് അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. ജില്ലാ ഭാരവാഹികളോടൊപ്പം ഈ സ്വാഗത സംഘം കമ്മിറ്റിയുടെ ചെയർമാൻ എൻ്റെ പ്രിയ സുഹൃത്ത്, നിരവധി സംഘടനയിൽ അദ്ദേഹത്തിൻ്റെ കഴിവ് തെളിയിച്ച എഞ്ചിനീയർ സജി മാത്യു, അതേപോലെ അതിൻ്റെ കൺവീനർ എൻ്റെ കമ്മിറ്റിയുടെ ജില്ലാ പ്രസിഡന്റ് ജോയി ജോസഫ്, ഇവിടെ വേദിയിലും സദസ്സിലും വിശിഷ്ട അതിഥികളെ, എന്തുകൊണ്ടും നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ, പൊതുവെ കേരളത്തിൻ്റെ മറ്റു ജില്ലയിൽ നിന്നും അറിയപ്പെടുന്നത് പിന്നോക്ക ജില്ലയിൽ, നിർമ്മാണ മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങൾ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി ഇത്തരം ഒരു എക്സിബിഷൻ ഇവിടെ സംഘടിപ്പിച്ച ഈ ജില്ലാ കമ്മിറ്റിക്ക് ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു. ഈ സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ഇവിടെ വളരെയധികം വിശദീകരിച്ചു. ഇനിയൊരു വിശദീകരണത്തിന് ഇവിടെ പ്രസക്തിയില്ല. കാരണം നമ്മുടെ പരിപാടി നിശ്ചയിച്ചതിനേക്കാളും 1.5 മണിക്കൂർ വൈകി ആണ് നടക്കുന്നുള്ളത്. ഈ സമയത്ത് കൂടുതലായി പറയേണ്ട ആവശ്യമില്ല. എങ്കിലും കേരള ഗവൺമെൻറ് കോൺട്രാക്ടർ എന്ന നിലയിൽ ഞങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ ഇന്നും 2025 ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുന്ന സമയത്തും 2018 ഷെഡ്യൂൾ ഓഫ് റൈറ്റ് അനുസരിച്ച് വർക്ക് എടുക്കേണ്ട ഒരു നിർഭാഗ്യ മേഖലയാണ് ഗവൺമെൻറ് കരാറുകാർ. പിന്നീട് കാസർഗോഡ് ജില്ലയിൽ പലപ്പോഴും നമ്മുടെ വികസനങ്ങൾക്കൊക്കെ ഇത് ബാക്കിയെല്ലാം കർണാടകയും തമിഴ്നാടിനെയും മഹാരാഷ്ട്രയും എല്ലാം ആശ്രയിക്കണം.
കമ്പി നിർമ്മാണ കമ്പനി എന്ന് പറയുന്നത് 2-3 കമ്പനികളാണ്. ബാക്കിയെല്ലാം പുറത്തുനിന്ന് ആശ്രയിക്കണം. ഇങ്ങനെ ആശ്രയ സംസ്ഥാനമായിട്ട് നമ്മളെല്ലാം മാറുകയാണ്. സ്വയം നിർമ്മാണം നടത്തുന്ന കമ്പനികളായി ഉണ്ടാവുന്ന വലിയൊരു സംസ്ഥാനമായിട്ട് നമ്മുടെ സംസ്ഥാനത്തെ മാറ്റാൻ നമുക്കേ കഴിയും. നിങ്ങളെപ്പോലെയുള്ള ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക് കഴിയും. ജോലിയെടുക്കുക അല്ലെങ്കിൽ നിർമ്മാണ പ്രവൃത്തി നടത്തുക എന്നതിലുപരി ഇതിനാവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള വലിയ കമ്പനികൾ നിങ്ങൾ തന്നെ തുടങ്ങണം. നിങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിക്കണം. അങ്ങനെ ആരംഭിച്ച 2 കാര്യമാണ്. നമുക്കാവശ്യമായ മെറ്റീരിയൽ ലഭിക്കും എന്നതുപോലെ നമുക്കാവശ്യമായ രീതിയിലുള്ള വലിയ പ്രവർത്തനത്തിനുള്ള താന്താവും ഒരുക്കാൻ നമുക്ക് കഴിയും. പുറത്ത് പോയാലും കോഴി ഇഷ്ടംപോലെ ലഭിക്കും. ഇപ്പോൾ നിയമസംഹിതകളുടെ ഭാഗമായി ഹൈക്കോടതി വിധിയെല്ലാം നടന്നതിൻ്റെ ഭാഗമായി നമുക്കിത് ലഭിക്കുന്നില്ല. ഇത് മാറ്റാനാവശ്യമായ വല്ല പ്രവർത്തനം നമ്മൾ നടത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. നമ്മൾ പുതിയ മെറ്റീരിയൽ അന്വേഷിച്ച് പോവുകയാണ്. കോഴി രംഗത്തുണ്ടായ പ്രതിസന്ധി പരിഹരിക്കാനാവശ്യമായ എന്തെങ്കിലും ഇടപെടൽ നമ്മൾ നടത്തിയിട്ടുണ്ടോ? ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാൻ പറയാൻ കാരണം, ഒരു 6 വർഷം മുമ്പ് നിങ്ങളെപ്പോലെ തന്നെ ഒരു സംഘടന മലയാള മനോരമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇങ്ങനെ ഒരു എക്സ്പോ എറണാകുളം ഈ പൂഴിയുടെ പ്രശ്നമാണ്. അതുപോലെ തന്നെ സിമൻറ്റ് ഉണ്ടാക്കാൻ ആവശ്യമായ മണലിൻ്റെ വലിയ പ്രശ്നം. ഇതെല്ലാം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. ഏറ്റവും ഒടുവിൽ വന്നാൽ നിങ്ങളിപ്പോൾ ഒരു സൈറ്റിൽ നിൽക്കുകയാണ് ഒരു വീട് നിർമ്മാണത്തിന് വേണ്ടി. അവിടെ ഇപ്പോൾ കമ്പി എത്തിക്കണം. ഒരു സാധാരണ വണ്ടി വിളിച്ച് 20 അടി നീളമുള്ള കമ്പി കയറ്റി ആ സൈറ്റിലേക്ക് വരാൻ പറ്റില്ല. കഷ്ടകാലത്തിന് നിങ്ങളുടെ കീഴിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ എത്ര ശതമാനമുണ്ട് നമ്മുടെ സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന ആളുകൾ, ജീവിക്കുന്ന ആളുകൾ? എല്ലാം പുറത്തുള്ളവരാണ്. കേരളത്തിൻ്റെ വരുമാനത്തിൻ്റെ 70% പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം പരിഹരിക്കുക എന്നുള്ളത് വലിയ വിഷയമാണെങ്കിലും ആ വിഷയത്തിൽ നമ്മളൊന്ന് ഇടപെടണ്ടേ? അപ്പം നമ്മൾ ഇടപെട്ടാൽ മാത്രമേ ഈ നിർമ്മാണ രംഗത്തുണ്ടാകുന്ന പ്രതിസന്ധികൾ പരിഹരിക്കാൻ വേണ്ടി കഴിയും. ഇപ്പോൾ നിങ്ങൾ നേരത്തെ ലോകത്തിലെ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയൊരു ചർച്ച നടന്നു. ആ ചർച്ചയിൽ കേരള സർക്കാരിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഇന്ന് സസ്പെൻഷനിലുള്ള ശിവശങ്കർ ഉൾപ്പെടെയുള്ള 3 പേരാണ് പങ്കെടുത്തത് അന്നത്തെ ആ സെമിനാർ. അപ്പോൾ 2016 മുതൽ ഡിജിറ്റൈസേഷനായി ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ച നടക്കുകയാണ് ലോകത്തെമ്പാടും. ചിലപ്പോൾ കേരളത്തിലുണ്ടോ ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഈ ചർച്ചയെല്ലാം നടത്തേണ്ടതാരാ? ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനകൾ തന്നെയാണ്. അപ്പോൾ സംഘടനകളെല്ലാം മാറി നിന്ന് ഇതെല്ലാം ആരെങ്കിലും ചെയ്തു തരും എന്ന വിശ്വാസം ഞങ്ങൾ നയിക്കരുത്. കാരണം നമുക്ക് നിങ്ങൾക്ക് ആവശ്യമായ സാധനങ്ങൾ എടുത്തു തരാൻ പറ്റാത്ത സംവിധാനത്തിലൂടെ പോവുകയാണ്. അപ്പോൾ നിങ്ങൾ ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള സെമിനാറിൽ വെച്ച വിഷയം മാത്രമല്ല കേട്ടോ, ഇതൊരു വലിയ പ്രതിസന്ധിയാണ്. കേരളത്തിലുള്ള ഇന്ത്യയിൽ തന്നെ നിർമ്മാണ രംഗത്ത് വലിയ പ്രതിസന്ധി നടക്കുകയാണ്. ആ പ്രതിസന്ധി വേണമെങ്കിൽ എല്ലാവരുമായി കൂട്ടിയോജിച്ചുകൊണ്ട് വ്യാപാരി സമൂഹവും പൊതുസമൂഹവും നിങ്ങളുമെല്ലാം ചേർന്നുകൊണ്ടുള്ള അതിശക്തമായ പ്രചരണവും പ്രതിഷേധം ഉയർന്നു വരണം. സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കുമുള്ള അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. കണ്ടെന്ന് വെച്ചാൽ സ്കിൽഡ് ലേബേഴ്സ് കോസ്റ്റ് ഒരു പ്രശ്നമാണ് എല്ലാവർക്കും. പക്ഷെ സ്പെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഓൾറെഡി സ്പെൻഡ് ചെയ്യാൻ ഇപ്പോൾ ക്വാളിറ്റി സാർ പറഞ്ഞിരുന്നു. ക്വാളിറ്റിക്ക് ആരും ഇപ്പോൾ കോംപ്രമൈസ് ചെയ്യുന്നില്ല. പക്ഷേ ക്വാളിറ്റിയിലെ ടൈൽസ് മേടിച്ചു, ക്വാളിറ്റിയിലെ കമ്പി ഉണ്ട്, എല്ലാം ഉണ്ട്. ക്വാളിറ്റി എഞ്ചിനീയേഴ്സ്, കോൺട്രാക്ടേഴ്സ്, എവ്രി വൺ ഇസ് ദെയർ. ബട്ട് ചെയ്യേണ്ട ആൾക്കാർ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ എൻഡ് റിസൾട്ട് 0 ആണ്. സോ സ്കിൽഡ് ലേബേഴ്സിൻ്റെ ഒരു വലിയൊരു പ്രതിസന്ധി, അതായത് ഞങ്ങളുടെ ഈ കാസർഗോഡ് ജില്ലയിലാണോ അതോ അങ്ങോട്ട് തെക്കോട്ട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ചെയ്ത വർക്കിൽ ഞങ്ങൾ എത്ര പേയ്മെന്റ് ചെയ്താലും, ഇപ്പോൾ ടൈൽസ് ഇടുന്നതാണെങ്കിലും തേപ്പിൻ്റെ ആണെങ്കിലും ഏത് ഒരു മേഖലയിൽ പോയൊരു സ്കിൽഡ് ലേബേഴ്സ് ഇപ്പോൾ ഇല്ല. എല്ലാവരും എന്താ വെച്ചാൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ വരുന്നു, ഇന്ന് തേപ്പിൻ്റെ പണിക്ക് പോകുന്നു, നാളെ വെൽഡിങ്ങിന് പണിക്ക് പോകുന്നു, മറ്റന്നാൾ അതേ ആളെ കുട്ടിയടിക്കാൻ വരുന്നു, പിറ്റേ ദിവസം ടൈലിടാൻ വരുന്നു. സോ ദർ ഈസ് നോ സ്കിൽഡ് ലേബേഴ്സ്. അപ്പോൾ ആ ഒരു പറ്റുന്ന സൊല്യൂഷൻസ് എന്താണ് ചെയ്യാൻ പറ്റുക? സ്കിൽഡ് ലേബേഴ്സ് ഇപ്പോൾ ഞങ്ങളെന്നെ ആശ്രയിക്കുന്നത് പഴയ മേസ്ത്രി, അവരെ കൊണ്ടാണ് കല്ല് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ നല്ല കല്ലിട്ടുന്ന ഓക്കെ കല്ല് കെട്ടിക്കോളും. കല്ലിട്ട് തേപ്പില്ല, അയാൾ പഴയ ആളാണ്. പക്ഷെ അയാൾ ചെയ്യുന്നത് സബ് കൊടുത്ത് ബംഗാളികൾ കൊണ്ടാണ് ചെയ്യിപ്പിക്കുന്നത്. സോ അതിൽ ബംഗാളികൾ തേച്ചിട്ട് പോകുന്ന കുട്ടിയടിക്കാൻ വരുന്ന സമയത്ത് പറയുന്നു ബെൻഡ് ഉണ്ട്, തേപ്പിന് ബെൻഡ് ഉണ്ട്, അപ്പോൾ ആ കുട്ടീൻ്റെ കോസ്റ്റ് കൊടുക്കുന്നു. സോ ദർ ഇസ് നോ ഒരു കളക്റ്റീവായിട്ടുള്ള ഇതില്ല. ഇതിലെല്ലാം പോകുന്നത് ടൈമും കോസ്റ്റും ആണ്. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടൈം. അപ്പോൾ ഇതിലാരും പിടിച്ചെടുത്താനും പറ്റൂല. സോ ഇല്ലൊന്നും എനിക്കും അറിയില്ല. ബട്ട് ഒരു സ്കിൽഡ് ലേബറിന്റെ വലിയൊരു പ്രോബ്ലംസ് ഇവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. അതേപോലെ ലേബർ ഇഷ്യൂസ് വളരെ അധികം
ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ പോകുന്നത് തന്നെ ഇതര സംസ്ഥാന തൊഴിലാളികളെക്കാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട അവസ്ഥയാണ് വരുന്നത്. അതായത് രാവിലെ ഒന്ന് കല്ല് കയറ്റാനുള്ള ഒരു നല്ലൊരു സൊല്യൂഷൻ ലെൻസ്ഫെഡ് പോലെ ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഞങ്ങളുടെ വേറെ ഓർഗനൈസേഷൻസ് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതേപോലെ ഞാനിപ്പോൾ സംസാരിക്കുന്ന BNI ഒരു ചെറിയൊരു സംഘടനയാണ്. ഞങ്ങൾ ഒരു 130 മെമ്പേഴ്സുള്ള കാസർഗോഡ് റീജിയൻ വെറും 2 വർഷമായിട്ടുള്ളതാണ്. ഇത് ഞങ്ങളുടെ ഒരു സംഘടന എന്ന് വെച്ചാൽ ബിസിനസ് പരമായ സംഘടന. നമ്മളൊരു 2 വർഷമായിട്ട് ഞങ്ങളുടെ നാട്ടിലുള്ള ബിസിനസ് സ്റ്റാർട്ടപ്സ് ആൻഡ് ബിസിനസ് ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാനും അവരെ ബിസിനസ് ഗ്രോത്ത് ചെയ്യാനുള്ള ഒരു സംഘടനയാണ്. സോ ഇതിൽ കൂടി ഞങ്ങളെല്ലാം ഈ ബിസിനസ് സംഘടന എല്ലാവരും ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണ് ഇത്. സോ ഇത്ര എനിക്ക് പറയാനുള്ളൂ. Once again, thank you so much, Build Expo Committee and Lensfed for giving an opportunity to speak. Thank you so much. അതിന്റെ ഭാഗമായി ഇന്ന് കേരളത്തിലുള്ള വലിയ ഹോസ്പിറ്റലാണെങ്കിലും വലിയ ചെറിയ കമ്പനികളാണെങ്കിലും ഒക്കെ ഇന്ന് വിദേശ നിക്ഷേപങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം ഒത്തിരി ആ പണമൊക്കെ കേരളത്തിലേക്ക് വരുന്നു. ഇപ്പം അറിയാം, കേരളത്തിൻ്റെ ഇന്ന് നമ്മുടെ മലബാറിലുള്ള പല ഹോസ്പിറ്റലുകളൊക്കെ ഇന്ന് വിദേശ കൊളാബറേഷന് പൈസ അതിൽ മുടക്കുകയാണ്. ചെറിയ നമ്മുടെ കേരളത്തിലുള്ള എന്നറിയപ്പെടുന്ന കമ്പനികളായിട്ടുള്ള അജ്മി പോലെയുള്ള പല കമ്പനികളും കേരളത്തിൻ്റെതായിട്ടുള്ള കമ്പനികൾ ബ്രാഹ്മിൻസ് ഉൾപ്പെടെയുള്ള കമ്പനികളിലൊക്കെ ഇന്ന് നിക്ഷേപങ്ങൾ പുറത്തുനിന്നും അല്ലെങ്കിൽ കേരളത്തിൻ്റെ പുറത്തുനിന്നും വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അവരൊക്കെ പണം വേറെ രീതിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുവാനുള്ള ഓപ്പർച്യൂണിറ്റി കേരളത്തിൽ തന്നെ കൊടുക്കണം. അവരാ പണം എടുത്ത് വേറെ സ്ഥലത്തേക്ക് പോയാൽ ഇവിടെ വികസനം ഉണ്ടാവില്ല. അപ്പോൾ അതിന് വ്യാപാരി വ്യവസായികളും ഈ കേരളത്തിലുള്ള എഞ്ചിനീയേഴ്സും മറ്റു സംഘടനകളെല്ലാം തന്നെ ഗവൺമെൻറ്റും കൂടിയിരുന്നു കൊണ്ട് ആ ടെക്നോളജിയെ അല്ലെങ്കിൽ ആ ഒരു മാറ്റത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നമുക്ക് ഈ നിക്ഷേപത്തിലേക്ക് സ്വീകരിക്കേണ്ടത്. കാര്യം ചെയ്യാണ് എഞ്ചിനീയർ ആണെങ്കിൽ പോലും ഒരു കെട്ടിട നിർമ്മാണ ഏജൻസി ആണെങ്കിൽ പോലും നമ്മളൊരു പ്രൊഫഷനും കൂടി ട്രേഡാക്കി മാറ്റി അതൊരു പ്രൊഫഷൻ വലിയ രീതിയിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് അതിലേക്കും മുടക്കാനുള്ള ആളുകൾ തയ്യാറാണ്. ഇന്ന് ഗുജറാത്തിലുള്ള പല കമ്പനികളും അവർ ട്രേഡ് മാർക്കിന്റെ പുറത്ത് അവർ ചിലപ്പം കമ്പനിയൊക്കെ കുറവായിരിക്കും, ട്രേഡ് മാർക്കിനേക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. അതിന്റെ പുറത്ത് നിക്ഷേപം വരുവാൻ അവിടെ ആളുകൾ തയ്യാറായിരിക്കുകയാണ്. ഗവൺമെന്റ് നിക്ഷേപം കിട്ടുന്നു, പ്രൈവറ്റ് നിക്ഷേപങ്ങൾ കിട്ടുന്നു. അപ്പം കേരളത്തിലുള്ള വ്യാപാരി വ്യവസായികൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പൊതുസമൂഹത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സംഘടനകളും അതുകൂടി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഇപ്പം കേരളത്തിലെ വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ ബിൽഡിംഗ് അതിൻ്റെ നിർമ്മാണം വീട്ടുകാരൊക്കെ അതിൻ്റെ വസ്തുക്കൾ നിർമ്മിക്കുമ്പോൾ സാമ്പത്തികം നോക്കിക്കൊണ്ട് ക്വാളിറ്റി ഗുണം നോക്കാതെ പോകുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ എഞ്ചിനീയേഴ്സിനോട് നമ്മൾ അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ്റെ ഭാഗത്ത് സൂചിപ്പിക്കാൻ നിങ്ങൾ ക്വാളിറ്റിയിൽ കൃത്യമായി തന്നെ പാർട്ടി കസ്റ്റമേഴ്സിനോട് പറഞ്ഞുകൊണ്ട് ഇത്തരം വർക്കുകൾ എടുക്കുമ്പോൾ ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ ആവശ്യമായ രീതിയിൽ പോകണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ മേഖല പിടിച്ചു നിൽക്കാൻ ആവശ്യമായ നിർമ്മാണ മേഖലയിൽ പുതിയ മെറ്റീരിയലുകൾ കൊണ്ടുവരുമ്പോൾ അത് പരിചയപ്പെടുത്താൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. അതിന് നിങ്ങളെ ഈ എഞ്ചിനീയേഴ്സ് മുതിരണം എന്നാണ് സൂചിപ്പിക്കാനുള്ളത്. ഈ അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷൻ അൽക്ക ഓരോ ഘട്ടത്തിലും അതിൻ്റെ എക്സ്പോകൾ സംഘടിപ്പിച്ചുകൊണ്ട് പുതിയ മെറ്റീരിയലുകളുടെ പൊതുജനത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഏപ്രിൽ മാസം 2025 ഏപ്രിൽ മാസത്തിലെ 3ാമത് സ്റ്റേറ്റ് സമ്മേളനം എറണാകുളത്ത് വെച്ച് നടക്കുകയാണ്. വലിയ എക്സ്പോ ഇതുപോലെ സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ സമ്മേളനങ്ങളിലൊക്കെ എക്സ്പോ സംഘടിപ്പിച്ചിട്ടുണ്ട്. ജില്ലാ സമ്മേളനങ്ങളൊക്കെ എക്സ്പോ സംഘടിപ്പിച്ച് അതിൻ്റെ ഒരുപാട് മാറ്റങ്ങൾ ആ തൊഴിൽ രംഗത്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നേരത്തെ സൂചിപ്പിച്ച പോലെ പരിമിതികളും പ്രതിസന്ധികളും തരണം ചെയ്യാൻ അതിനെ നമ്മൾ അവതരിപ്പിക്കേണ്ട ഘടകം എന്ന് പറയുന്നത് സർക്കാർ തലത്തിലാണ്. ആ സർക്കാർ തലത്തിൽ നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് അതിനാവശ്യമായ രീതിയിൽ എന്തൊക്കെ പ്രതിസന്ധികൾ എന്ന രീതിയിൽ പഠിച്ചുകൊണ്ട് വലിയ തരത്തിൽ സർക്കാരിൽ ശ്രദ്ധ ചെലുത്താൻ ആവശ്യമായ രീതിയിലേക്ക് പോകാൻ വേണ്ടി കഴിയണം. ഏതായാലും ഈ പരിപാടി സംഘടിപ്പിക്കുകയും അതിൽ ഭാഗവാക്കാവാൻ വേണ്ടി അലുമിനിയം ലേബർ കോൺട്രാക്ട് അസോസിയേഷനെ ക്ഷണിക്കുകയും ചെയ്തതിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ്യൽക്ക. അതിനുശേഷം അതുകൊണ്ട് എന്ത് കാര്യമുണ്ടായി എന്നതിനെപ്പറ്റി ചർച്ച ചെയ്യേണ്ട ഒരവസരം കൂടി നിങ്ങൾ ഉണ്ടാക്കണം. ഇതുകൊണ്ട് എന്ത് കാര്യമുണ്ടായി, എന്ത് നേട്ടമുണ്ടായി. അപ്പോ ഞങ്ങളെപ്പറ്റി ഇതേപോലെ തന്നെ പല പ്രതിസന്ധികളും നേരിടുന്ന ഒരു പ്രസ്ഥാനമാണ് ഞങ്ങൾ ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ അസോസിയേഷൻ. എന്തുകൊണ്ടെന്നാൽ വയറിംഗ് മേഖലയിൽ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ പോലെ
ബംഗാളികളും പല ആൾക്കാരും കയറി മോശമാക്കുന്ന വികൃതമാക്കുന്ന രീതിയിലുള്ള പല ജോലികളും എടുത്ത് വയറിംഗ് മേഖലയെ തകർക്കുന്ന രീതിയിലേക്ക് പോകുന്ന ഒരവസ്ഥയിലേക്കാണ് ഞങ്ങളും എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളെ കൂടെ ഞങ്ങളും ഉണ്ടാകും. എന്തൊരു പ്രതിസന്ധി ഉണ്ടായാലും വയറിംഗ് മേഖലയിൽ നമ്മളുടെ ഒരു വയർമാൻമാൻ പല രീതിയിലും പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. ചിലപ്പോൾ വിളിച്ചാൽ പകുതി പണി ജോലി ഉപേക്ഷിച്ച് പോകാറ്, ആ രീതിയിലുള്ള പല പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഞങ്ങളെ സംഘടനയുമായി ബന്ധപ്പെട്ടാൽ, ഞങ്ങളെ സംഘടനയുടെ മെമ്പറാണെങ്കിൽ ഞങ്ങളെ സമീപിച്ചാൽ ഞങ്ങൾ അതിന് പരിഹാരം കാണാറുണ്ട്. ആ രീതിയിലുള്ള പ്രവർത്തനമാണ് നമ്മൾ കാഴ്ചവെക്കുന്നത്. ഇപ്പോൾ പ്രതിസന്ധി എന്നാണ് ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ പറയാൻ കേൾക്കുന്നത്. ഗവൺമെന്റ് എല്ലാത്തിനും അനുമതി കൊടുക്കുന്നുണ്ട്, എല്ലാ സംരംഭത്തിനും. കല്ല് കിട്ടാനില്ല, പൂഴി കിട്ടാനില്ല, മണ്ണ് കിട്ടാനില്ല. പിന്നെ എങ്ങനെയാണ് പ്രതിസന്ധി ഉണ്ടാകാൻ? എല്ലാം ചെയ്യുന്നത് ഗവൺമെന്റ് തന്നെയാണ്. അതേപോലെ വയറിംഗ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പൊ മുനിസിപ്പൽ ചെയർമാനിടെ ഇരിക്കുന്നത് കൊണ്ട് എനിക്കൊരു കാര്യം കൂടി സൂചിപ്പിക്കാൻ ബന്ധപ്പെട്ട് റോഡ് വാഹനങ്ങൾ കൂടിയത് കൊണ്ട് 6 വരി പാത എന്നുള്ള ഒരു ആശയം കൊണ്ടുവന്നു. ഇപ്പോൾ അതിന്റെ ആവശ്യമില്ല. ഒരു 10 വർഷം കഴിയുമ്പോഴേക്കാണ് അതിന്റെ നമുക്ക് ശരിക്കുള്ള അവസ്ഥ മനസ്സിലാകുന്നതെന്നാണ് പറയുന്നത്. ഓക്കെ, അത് റെഡി. അതിന്റെ ഭാഗമായിട്ട് സർവീസ് റോഡ് വന്നു. സർവീസ് റോഡ് കഴിഞ്ഞതിന് ശേഷം ഫുട്പാത്ത് വന്നു. ഈ ഫുട്പാത്തും ഇതേപോലെ 10 വർഷം കഴിയുമ്പോൾ ഫുട്പാത്തിൽ കൂടിയല്ലാതെ നടക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് കാസർഗോഡ് ജില്ല എത്തും. കാസർഗോഡ് ജില്ലാ മുനിസിപ്പാലിറ്റി പരിധിയിൽ പല സ്ഥലത്തും ഇലക്ട്രിക് പോസ്റ്റ് നിൽക്കുന്നത് ഫുട്പാത്തിന്റെ നടുഭാഗത്താണ്. ജനങ്ങൾക്ക് ഒരു വിലയും നൽകാതെ, ഒരു വാഹനത്തിനേക്കാളും കൂടുതൽ വില നൽകേണ്ട ജനങ്ങൾക്കാണ്, അതുവരെ കൊടുക്കാതെ കാസർഗോഡ് മുനിസിപ്പാലിറ്റി എന്നല്ല എല്ലാ സ്ഥലത്തും, നമ്മളെ ചെർക്കള മുതൽ നമ്മളെ ഏരിയയിൽ ചെർക്കള മുതൽ തലപ്പാടി വരെയുള്ള എല്ലാ സ്ഥലത്തും, അധിക സ്ഥലത്തും ഫുട്പാത്തിന്റെ നടുവിലാണ് പോസ്റ്റ് നിൽക്കുന്നത്. അപ്പൊ 10 വർഷം കഴിയുമ്പോൾ ഈ പോസ്റ്റ് മാറ്റാനുള്ള എസ്റ്റിമേറ്റ് പുതിയതാക്കുന്ന നമുക്ക് അതിനെപ്പറ്റി അറിയില്ല. അത് നമ്മളൊന്ന് അതൊരു ചർച്ചയിൽ വരാൻ വേണ്ടിയിട്ട് മുനിസിപ്പൽ ചെയർമാനുടെ ഉള്ളത് കൊണ്ട് ഒരു അസോസിയേഷന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്ക് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം, അത് ചർച്ചയായി വരാൻ വേണ്ടിയിട്ട്. അപ്പോ ഇങ്ങനെയുള്ള പരിപാടികൾ കൊണ്ട് നമുക്ക് നേട്ടമുണ്ടാകുന്ന കാര്യം എന്തുണ്ടായാലും ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ അസോസിയേഷൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ തന്നെ ഈ ഒരു പരിപാടിയുടെ പ്രത്യേകത എനിക്ക് കണ്ടത്, ഈ കമ്മിറ്റിയുടെ സംസ്ഥാന ഭാരവാഹികൾ വരെ താഴെ കസേരയിൽ ഇരുന്നിട്ടാണ് ഈ കാര്യങ്ങൾ വീക്ഷിക്കുന്നുള്ളത്. സാധാരണ സ്റ്റേജിൽ ഇരിക്കാൻ വേണ്ടിയിട്ട് മത്സരമാണ് ഇങ്ങനെയുള്ള പരിപാടിക്ക് ഉണ്ടാവില്ല. അപ്പൊ ഇവിടെ കണ്ടത് തെരഞ്ഞെടുക്കപ്പെട്ട ഭാരവാഹികളല്ലാതെ ബാക്കി സംസ്ഥാന ഭാരവാഹികൾ വരെ ഫ്രണ്ടില് കാണികളായിരുന്നത് കൊണ്ടാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഏതൊരു സംഘടനയുടെയും വിജയം. ഈ പരിപാടിക്ക് ഓൾ കേരള ലൈസൻസ്ഡ് വയർമാൻ അസോസിയേഷന്റെ എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. നമ്മൾ ഫിഷ് മർച്ചന്റ് അസോസിയേഷന്റെ അതുമായി ബന്ധപ്പെട്ടവരാണ്. നമ്മുടെ കയ്യിൽ ഈ നിർമ്മാണ മേഖലയിലുള്ളത് ഈ ഇത്ര വലിയൊരു സെമിനാർ സംഘടിപ്പിക്കുമ്പോൾ ഒരു മത്സ്യ കച്ചവടത്തിന്റെ മേഖലയെ കുറിച്ചും ഇവിടെ വിശദമായി ആൾക്കാർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. കാരണം ഇങ്ങനെയൊരു സംഘടന ഞങ്ങളുടെ കയ്യിൽ മർച്ചന്റ് അസോസിയേഷന്റെ മത്സ്യവുമായിട്ടാണ് ഞങ്ങളടുത്ത് എല്ലാ ബിസിനസ്സും ഉള്ളത്. ആവോലിയായാലും അയക്കൂറായാലും ചെമ്മീനായാലും ഇങ്ങനെയുള്ള പലതരം മീനുകളാണ് നമ്മൾ കയറ്റി അയക്കുന്നു, എക്സ്പോർട്ട് ചെയ്തു പോകും. ഇതിനെക്കുറിച്ചും മനസ്സിലാക്കാൻ ഈ സെമിനാറിന് സാധിച്ചല്ലോ. ഈ സെമിനാറിൽ പങ്കെടുക്കാൻ സാധിച്ചതിന് വളരെയധികം സന്തോഷമുണ്ട്. കൂടുതലൊന്നും പറയുന്നത് കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇങ്ങനെ ഒരു എക്സ്പോ പരിപാടി കണ്ടപ്പോൾ പല ആൾക്കാരും വിളിച്ചു ചോദിക്കണ്ടേ, കുഞ്ഞുഷ്ണ എന്ത് കൊവ്വൽപ്പള്ളിയിൽ ഇത്ര വലിയൊരു പരിപാടി നടക്കുന്നത്? അപ്പോഴാണ് എല്ലാവരും കൂടുതൽ അറിയുന്നത്. കാരണം ഇങ്ങനെ ഒരു സ്റ്റേജും ഇങ്ങനെ ഒരു പന്തലും ഇങ്ങനെ 100 ചില്ലറ സ്റ്റാളും ഇതെല്ലാം കൂടി ഒരു എക്സ്പോ ഇവിടെ നടക്കുന്നുണ്ടെന്ന്, എല്ലാ സാമഗ്രികളെ കുറിച്ചും എല്ലാ കമ്പികളെ കുറിച്ചും ഒരു വീട്ടിന് വേണ്ടുന്ന എല്ലാ ഉപകരണങ്ങളെ കുറിച്ചും ഇവിടെ സെമിനാർ നടക്കുന്നുണ്ടെന്ന് ഞാൻ അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തപ്പോൾ അവർക്ക് വളരെ സന്തോഷമായി. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ പരിപാടിക്കും ഇതിൻ്റെ സംഘാടകർക്കും ഈ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിക്ക് ഇതിൽ പ്രവർത്തിച്ച എല്ലാവർക്കും വളരെയധികം നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസും അതേപോലെ ഇതര സംഘടനകളുമായിട്ടുള്ള ഭാരവാഹികളെ, കൺസേർട്ട് മെമ്പർമാരെ, കൂടാതെ ഈ എക്സ്പോയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ എക്സ്പോ വീക്ഷിക്കാൻ ഇവിടെ എത്തിയിരിക്കുന്ന നമ്മുടെ
പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്ന് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമായ നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ചുള്ള ഒരു ഘനഗംഭീരമായ ചർച്ചയാണ് നമ്മളിവിടെ ഇന്ന് നടത്തിയത്. വളരെ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഉദ്ഘാടകനായ കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാൻ വിശദീകരിക്കുകയും അതുൾപ്പെടെ ഇവിടെ എത്തിയിരുന്ന ഏകദേശം ആൾക്കാരും അവരവരുടെ മേഖലകളിലെ പ്രതിസന്ധികളെക്കുറിച്ച് വളരെ മനോഹരമായിട്ട് നമുക്ക് എല്ലാവർക്കും കേൾക്കാം, വളരെ കൃത്യമായി മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് നമ്മളിവിടെ ഇന്നിവിടെ നടത്തിയത്. നല്ലൊരു സംവാദമായിരുന്നു. അപ്പോൾ ഈ സംവാദത്തിൽ പങ്കെടുത്ത നമ്മുടെ പ്രിയങ്കരനായ ജില്ലാ പ്രസിഡന്റ് ശ്രീ CV വിനോദ് കുമാർ അവർക്ക് സംഘടനയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇന്നത്തെ ഈ സംവാദം ഇവിടെ ഉദ്ഘാടനം ചെയ്ത കാസർഗോഡ് മുനിസിപ്പാലിറ്റിയുടെ പ്രിയങ്കരമായ ചെയർമാൻ ശ്രീ അബ്ബാസ് ബീഗം അവർക്കും സംഘടനയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. അതുപോലെ തന്നെ ഇന്നിവിടെ സബ്ജക്ട് പ്രസന്റേഷന് വേണ്ടി സെക്രട്ടറി ജിതിൻ സുധാകൃഷ്ണൻ അവർക്കും സംഘടനയുടെ പേരിൽ നന്ദി അർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട ഈ സംവാദത്തിൽ അൻവർ PM വൈസ് പ്രസിഡന്റ് ഓൾ കേരള റൈറ്റേഴ്സ് എൻവയറൺമെന്റ് ശ്രീ CV വിനോദ് അവിടുന്ന് കാറ്റുണ്ടാക്കി അതിലെ പ്രതിസന്ധികളെ പറ്റി മനസ്സിലാക്കി നിർമ്മാണകാലഘട്ടമുണ്ടായ അതിൻ്റെ ഉത്പാദന World-class technology, world-class quality, number one in strength, 3-layer protection. Minar TMT Temcore FE 550D 550D ക്വാളിറ്റി TMT സ്റ്റീൽ ബാറായ മിനാർ TMT സ്റ്റീൽ ബാർ ഉപയോഗിച്ചാൽ പിന്നെ ഏത് ആകാശം മുട്ടുന്ന ബിൽഡിംഗും കരുത്തോടെ കാലങ്ങളോളം നിലനിൽക്കും. വിശ്വാസത്തിന്റെ കാതൽ, കരുത്തിന്റെ കാവൽ. മിനാർ TMT Temcore FE 550D സ്റ്റീൽ ബാർ. ഇവളണിയും പൊന്നല്ലേ കനവുണരും ദിനമല്ലേ മൊഞ്ചത്തി പെണ്ണിൻ നിൻ മനം പെണ്ണഴകിനു മിഴിവേകി എന്നെന്നും നിന്നില്ലേ മാറ്റേറും പൊന്നിൻ താരമേ
Kerala and Karnataka, the glow of purity. മറിയം ബോഡി ലോഷന് വെല്ലുന്നൊരു ലോഷൻ നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. അൽ ഫലാജ് പെർഫ്യൂം ഇൻഡസ്ട്രി എന്നുള്ള ബ്രാൻഡിന്റെ മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബോഡി ലോഷൻ ആണ്. ഇതിന്റെ ബോക്സും കാര്യങ്ങളൊക്കെ ഇതാ ഈ രൂപത്തിലാണ്. നല്ലൊരു ഗിഫ്റ്റിംഗ് പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു മുസ്കാൻ എന്ന അറബിയിൽ കാലിഗ്രഫിയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രസന്റേഷൻ കേട്ടോ. ജസ്റ്റ് ഓപ്പൺ ചെയ്തുതരാം. ഈ രൂപത്തിലായിരിക്കും ഇതിന്റെ ഓപ്പണിങ്ങും പ്രസന്റേഷനും വരുന്നത്. ഇതാണ് മുസ്കാൻ എന്ന് പറഞ്ഞിട്ടുള്ള ബോഡി ലോഷൻ. എന്റെ മോനെ ഇതിന്റെ സ്മെല്ല് സ്നിഫ് ചെയ്യുന്ന വേണം, വേറെ ലെവൽ സ്മെല്ല്. കാരണം മറിയം ബോഡി ലോഷൻ വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബോഡി ലോഷൻ ആയിരുന്നു. പക്ഷേ മുസ്കാൻ കിട്ടിയതിന് ശേഷം മറിയം ബോഡി ലോഷൻ ഒന്നുമല്ല ചെയ്യുന്ന ഓൾമോസ്റ്റ് ഒരു 99.9% പേരും ഈ ഒരു ഫ്രാഗ്രൻസ് ഇഷ്ടപ്പെടും. കാരണം നല്ലൊരു സ്വീറ്റ് ആയിട്ടുള്ള ഫ്ലോറൽ, ഫ്രൂട്ടി, വനില, ക്രീമി, കാൻഡി, മിൽക്കി സ്മെല്ലാണ് മുസ്കാനിൽ വരുന്നത്. വേറെ ലെവൽ സാധനം. ട്രൈ ചെയ്ത് നോക്കി, ഏതായാലും ഡിസപ്പോയിന്റഡ് ആവില്ല. മറിയത്തിനും കാട്ടിയും അത്യാവശ്യം നല്ല ലാസ്റ്റിംഗ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങൾ GCCയിലൊക്കെ കുളിച്ച് കഴിഞ്ഞ ശേഷം നെക്കിലൊക്കെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ക്ലോത്തും കാര്യങ്ങളൊക്കെ ഇട്ട് നിങ്ങൾ ഓഫീസിലൊക്കെ പോയി തിരിച്ചു വന്ന് നിങ്ങൾ ക്ലോത്ത് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഈ ഒരു സ്മെല്ല് GCCയിൽ ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അവർ മെയിനായിട്ട് ചെയ്യുന്നത് ഹോൾസെയിലാണ്. ആർക്കെങ്കിലും ബൾക്കായിട്ട് ഹോൾസെയിൽ വേണമെന്നുണ്ടെങ്കിൽ താഴെ കൊടുത്ത് നമ്മളെ കോൺടാക്ട് ചെയ്തോളി. അവർ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യും. ഇനി നാട്ടിലോട്ട് ആർക്കെങ്കിലും ഹോൾസെയിലായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതിനെ അവരെ കോൺടാക്ട് ചെയ്തോളി. പിന്നെ പെർഫ്യൂമൊക്കെ ആർക്കെങ്കിലും മാനുഫാക്ചർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതുപോലെ പ്രൈവറ്റ് ലാബിലും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്യുക. ഏതായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ അവരുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ സാധനം നിങ്ങൾ ഓർഡർ ചെയ്തോളി. ഓൾ ഓവർ UAE അവരുടെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ചെയ്തിടും.